അപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾ സാറ് പറഞ്ഞ പോലെ സിലബസിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണയുള്ള ആൾക്കാരാണ്. പലർക്കും സിലബസ് അറിയായിരിക്കും, പക്ഷെ സിലബസിനെ മുൻനിർത്തി എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതായിരിക്കും പലർക്കും ഡൗട്ട് ഉള്ള ഒരു കാര്യം. അപ്പോ അതാണ് നമ്മൾ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ടത്. നമുക്കിപ്പോ സിലബസ് കിട്ടിയാലും പലർക്കും ഈ സിലബസിൽ നിന്ന് എന്ത് പഠിക്കണം, എത്ര ഡെപ്തിൽ പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ധാരണ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളിങ്ങനെ കുറേ നമുക്ക് എക്സാം പേർപ്പസിന് ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങൾ പഠിക്കുന്ന ഒരു പ്രവണത ചിലർക്കെങ്കിലും കണ്ടുവരുന്നുണ്ട്. അപ്പൊ എനിക്കും അങ്ങനത്തെ മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഓരോ തവണ എക്സാം എഴുതുന്ന സമയത്തും നമ്മൾ രണ്ട് തരത്തിലാണ് നമ്മുടെ ഒരു പ്രിപ്പറേഷനിൽ രണ്ട് തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടാവാനാണ് സാധ്യതയുള്ളത്. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ മടി കൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാതിരിക്കുന്നത്. അതിന് നമുക്ക് ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ, നന്നായിട്ട് പഠിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, ചിലർ പറയുന്ന ഒരു കാര്യമാണ്, ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് എന്നിട്ടും കിട്ടിയില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനിൽ എന്തോ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്കത് കിട്ടാതെ പോയത്. അപ്പൊ നമ്മുടെ പ്രിപ്പറേഷന്റെ സ്ട്രാറ്റജി നമ്മൾ ഒരു തവണ നന്നായിട്ട് പഠിച്ചിട്ടും നിങ്ങൾക്ക് നെറ്റ് ക്ലിയർ ചെയ്യുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ JRF ക്ലിയർ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സ്ട്രാറ്റജി ഒന്ന് അനലൈസ് ചെയ്യണം. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ സ്വയം വിലയിരുത്തണം. അതായത് നിങ്ങൾ പഠിക്കുന്ന പാറ്റേൺ അത് നിങ്ങൾ തന്നെ വിലയിരുത്തണ്ടേ. വേറൊരാൾ വന്നിട്ട് ഇങ്ങനെ പഠിച്ചാൽ മതി എന്ന് പറയുമ്പോൾ നിങ്ങൾ അങ്ങനെ പഠിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ സ്വയം മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് പോകുന്നതാണ് എപ്പോഴും നല്ല ഒരു പഠന രീതിയായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ പ്രശ്നങ്ങള്, നമ്മുടെ പോരായ്മകള്, ഇതൊക്കെ നമുക്കാണ് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളാണ് അത് മനസ്സിലാക്കി നമ്മളാണ് കറക്റ്റ് ചെയ്യേണ്ടത്. വേറൊരാള് വന്ന് ഇങ്ങനെ പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേറൊരാളുടെ ടൈം ടേബിള് ഞാൻ ഇന്ന ടോപ്പിക്ക് ഇന്ന സമയത്ത്, അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കിന് ഇത്ര സമയം കൊടുത്താ പഠിക്കുന്നത് അന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല, ചിലപ്പോ നല്ല വർക്ക് ആവില്ല. കാരണം ചിലപ്പോ മാത്സ് നന്നായിട്ട് അറിയുന്ന ഒരാളായിരിക്കും. അപ്പൊ അയാൾ പറയുന്ന ഞാൻ മാത്സ് നോക്കാറില്ല, വീക്ക്ലി വൺസ് ഒക്കെ നോക്കുള്ളൂ മാത്സ് എന്ന് അവര് പറയുമ്പോൾ നിങ്ങൾ ഓക്കെ അപ്പം വീക്ക്ലി വൺസ് നോക്കിയാൽ മതി മാത്സ് എന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ അവർക്ക് മാത്സ് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും അവർ വീക്ക്ലി വൺസ് നോക്കുന്നത്. നിങ്ങൾക്ക് മാത്സ് ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഡെയിലി മാത്സ് നോക്കണം. അതാണ് എപ്പോഴും ചെയ്യേണ്ടത്. മാത്സ് DID ഒക്കെ കേസിൽ നിങ്ങൾ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഡെയിലി ഒരു പ്രോബ്ലം വെച്ചിട്ട് നിങ്ങൾ എന്നും ചെയ്യണം. എന്നാലാണ് നിങ്ങൾക്ക് ആ മാത്സിന്റെ ആ ഒരു പേടി മാറി കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെ നമ്മുടെ സ്ട്രോങ് പോയിന്റ് ഏതാണ്, നമ്മുടെ വീക്ക് പോയിന്റ് ഏതാണ് എന്നൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മളത് കറക്റ്റ് ചെയ്ത് പോവുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മള് ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ ടോപ്പിക്കിൽ നിന്നും എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഓക്കെ അപ്പം ഇത് നമ്മുടെ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ഇത് നമ്മൾ കാണുന്ന സമയത്ത് ഇതെന്താണ്, ചിലപ്പോൾ ചിലർക്ക് ഇത് ഏതാണ് ടോപ്പിക് എന്ന് ചോദിച്ചത് ചിലപ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. പലരും പറയാറുണ്ട്, അയ്യോ അത് ഏത് ടോപ്പിക്കിൽ നിന്നാ ചോദിച്ചതെന്ന് മനസ്സിലായില്ല എന്ന്. ഇപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ഇൻ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ മോയ്സ്ചർ കണ്ടന്റ്. മോയ്സ്ചർ കണ്ടന്റ് അതായത് ഈർപ്പത്തിന്റെ കണ്ടന്റ് അനുസരിച്ച് അസെൻഡിങ് ഓർഡറിൽ എഴുതാൻ. അസെൻഡിങ് ഓർഡർ എന്ന് പറയുന്നത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് കൂടി വരിക. അതായത് നമ്മൾ ആദ്യം മോയ്സ്ചർ തീരെ ഇല്ലാത്ത, അതായത് നനവ് ഒട്ടും ഇല്ലാത്തത് ആദ്യം എഴുതണം. അങ്ങനെ പിന്നെ കുറച്ചും കൂടെ നനവുള്ളത്, അങ്ങനെ ഈർപ്പത്തിന്റെ ആ ഒരു കണ്ടന്റ് അനുസരിച്ചിട്ട് നമ്മൾ അതിനെ അസെൻഡിങ് ഓർഡറിൽ മാർക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾ ഇത് ഏത് ടോപ്പിക്കിൽ നിന്നാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഐഡിയ ഉണ്ടോ? ആദ്യം അത് ചോദിക്കട്ടെ. ഇത് ഏത് മൊഡ്യൂളിൽ നിന്നായിരിക്കും? നിങ്ങൾ പറഞ്ഞോ, തെറ്റിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ തോന്നുന്നുണ്ട് ഏത് ടോപ്പിക്കിൽ നിന്നായിരിക്കും? 10 മൊഡ്യൂൾ ഉണ്ട്. അപ്പോ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഏതെങ്കിലും ഒരു മൊഡ്യൂളിന്റെ പേര് പറഞ്ഞോ. പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് പറയുന്നുണ്ട്. യെസ്, അതിന്ന് തന്നെയാണ്. അതിത് ഏത് ഏരിയയിൽ നിന്നായിരിക്കും? ഇത് എയർ പൊല്യൂഷൻ ആണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് തന്നെയാണ്. പക്ഷെ അതിനകത്ത് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ നിന്നാണ് എയർ പൊല്യൂഷൻ. യെസ്, വേസ്റ്റ് മാനേജ്മെന്റ്. വെരി ഗുഡ്, സൽമാൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതായത് നമ്മൾ വേസ്റ്റ്, അപ്പൊ എൻവയൺമെന്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ പ്രകൃതി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലേക്ക് വരേണ്ടത് ജീവൻ ഇല്ലാത്തതും ജീവൻ ഉള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് രണ്ടും നമ്മൾ പഠിക്കണം. അപ്പൊ ജീവൻ ഇല്ലാത്തതിനകത്ത് വരുന്നതാണ് എയർ, വാട്ടർ ഒക്കെ വരുന്നത്, അല്ലെ, സോയിൽ ഒക്കെ വരുന്നത്. അപ്പൊ അതിനകത്താണ് എയർ പഠിക്കുന്ന സമയത്ത് നമ്മൾ എയറിന്റെ, അറ്റ്മോസ്ഫിയറിന്റെ ലെയറുകൾ പഠിക്കും. അതുപോലെ തന്നെ പിന്നെ ഈ പറയുന്ന എയർ പൊല്യൂഷൻ പഠിക്കും, എയർ പൊല്യൂട്ടൻസ് പഠിക്കും. പിന്നെ
സോയിൽ പറയുന്ന സമയത്ത് സോയിലിന്റെ കമ്പോണൻസ് പറയും. ഇന്ത്യയിൽ കാണപ്പെടുന്ന, അതിൽ നിന്ന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, എന്നാലും നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ് ഇന്ത്യയിൽ കാണപ്പെടുന്ന മണ്ണിനങ്ങൾ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക. പിന്നെ സോയിൽ പൊല്യൂഷൻ എന്താണ്, സോയിൽ പൊല്യൂഷന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ വാട്ടർ പഠിക്കുന്ന സമയത്ത് വെള്ളത്തിന്റെ പ്യൂരിറ്റീനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് പാരാമീറ്ററുകൾ ഉണ്ട്, ബയോളജിക്കല്, കെമിക്കല്, ഇങ്ങനെയൊക്കെ. അതായത് നമുക്കിപ്പോ pH നോക്കിയിട്ട് വെള്ളം കുടിക്കാൻ പറ്റുന്നതാണോ അല്ലയോ നോക്കാം. ഇനി അല്ലാതെ നമുക്ക് ഫിസിക്കലി മനസ്സിലാക്കാൻ പറ്റും. അതായത് നല്ല കലങ്ങിയിരിക്കുന്ന ഒരു വെള്ളം, അത് ഫിസിക്കലി നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും എന്താണ് അത് നമുക്ക് ഉപയോഗിക്കാൻ സാധ്യമല്ലാത്ത വെള്ളമാണെന്ന്. അപ്പോൾ വാട്ടർ എന്ന് പറയുന്ന ഏരിയയിൽ വാട്ടറിന്റെ പ്യൂരിറ്റി മെഷർ ചെയ്യാനുള്ള വിവിധ പാരാമീറ്ററുകൾ, വിവിധ മെത്തേഡുകൾ, അത് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ പഠിക്കണം, വാട്ടർ പൊല്യൂട്ടൻസ് പഠിക്കണം. പൊല്യൂട്ടൻസ് എന്ന് പറയുന്നത് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്ന എലമെന്റുകളാണ് അല്ലെ. അപ്പൊ അത് പഠിക്കണം. അങ്ങനെ നമ്മൾ മെയിൻ ആയിട്ട് പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റിന് നമ്മൾ നോക്കേണ്ട കാര്യം, ഒന്ന് എന്താണ് എൻവയൺമെന്റ്, എൻവയൺമെന്റുമായി ബന്ധപ്പെട്ട് പിന്നെ ഈ പറയുന്ന ബയോട്ടിക്, അബയോട്ടിക് എന്ന് പറയുന്ന രണ്ട് വിഭാഗമുണ്ട് അല്ലെ. ബയോട്ടിക് എന്ന് പറയുന്ന ബയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവനുള്ളത്. അപ്പോൾ നമ്മൾ എൻവയൺമെന്റ് എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ടായിട്ട് അതിനെ തരംതിരിക്കാം, ഒന്ന് ബയോട്ടിക്കും ഒന്ന് അബയോട്ടിക്കും. ബയോട്ടിക് എന്ന് പറയുന്നത് ജീവനുള്ളവയും അബയോട്ടിക് എന്ന് പറയുന്നത് ജീവനില്ലാത്തവയാണ്. അപ്പൊ ഈ രണ്ട് കാറ്റഗറി വരുന്നു. ഈ അബയോട്ടിക്കിലാണ് നമ്മൾ ഈ പറയുന്ന എയർ, വാട്ടർ, സോയിൽ ഇങ്ങനെയുള്ളതൊക്കെ വരുന്നത്. പിന്നെ ബയോട്ടിക്കിലാണ് ജീവനുള്ള വസ്തുക്കൾ വരുന്നത്. ഓക്കെ, മനുഷ്യരായിക്കോട്ടെ, പ്ലാന്റ്സ് ആയിക്കോട്ടെ അല്ലെ. അപ്പൊ അതൊക്കെ ബയോട്ടിക്കിൽ വരുന്നതാണ്, ജീവനുള്ളതിൽ. അപ്പൊ അതിൽ തന്നെ ആരാണ് പ്രൊഡ്യൂസേഴ്സ്, ഭക്ഷണം പാകം ചെയ്യാൻ കഴിവുള്ള ഓർഗാനിസം ഏതാണ്? ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന പരിപാടിയല്ല കേട്ടോ. അതായത് സ്വയം ഭക്ഷണം ഉണ്ടാക്കാൻ, നമ്മൾക്ക് ഓൾറെഡി ഭൂമിയിൽ നിന്ന് കിട്ടിയ വസ്തുക്കളെ നമ്മൾ പാകം ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് സ്വയം എന്ത് ചെയ്യാൻ പറ്റില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല അല്ലെ. ഓൾറെഡി നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടിയ വസ്തുക്കളെ നമ്മൾ പാകം ചെയ്യുന്നേ ഉള്ളൂ. പക്ഷേ സൂര്യന്റെ ലൈറ്റും അതുപോലെ തന്നെ അതിന്റെ ഇലയിൽ അടങ്ങിയിട്ടുള്ള ക്ലോറോഫിലും ഒക്കെ ഉപയോഗിച്ച് ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയ വഴി പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റും, സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ സ്വന്തമായിട്ട് ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ബയോട്ടിക് ആയിട്ടുള്ള ബയോട്ടിക് ആയിട്ടുള്ള വിഭാഗം ആണ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്, പ്ലാന്റ്സ്, ട്രീസ് എന്നൊക്കെ പറയുന്ന കാറ്റഗറി. പിന്നെ അതിനകത്ത് വരുന്നതാണ് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രണ്ട് കാറ്റഗറി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള എൻവയൺമെന്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേസ്റ്റ് ഡിസ്പോസൽ തന്നെയാണ്. വേസ്റ്റ് ഡിസ്പോസൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതിനകത്ത് തന്നെ സോളിഡ് വേസ്റ്റ് വരുന്നുണ്ട്, ലിക്വിഡ് വേസ്റ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ബയോ മെഡിക്കൽ വേസ്റ്റ്, പിന്നെ ഇ വേസ്റ്റ്. ഈ 4 വിഭാഗം വേസ്റ്റുകൾ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം എൻവയൺമെന്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേസ്റ്റിൽ തന്നെ സോളിഡ് വേസ്റ്റ് ഉണ്ട് അല്ലെ. നമ്മുടെ ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ ആണെങ്കിൽ സോളിഡ് വേസ്റ്റ് ആണ്. പിന്നെ ലിക്വിഡ് വേസ്റ്റ് ഉണ്ട്, അതായത് ലിക്വിഡ് ഫോമിൽ കാണുന്ന വേസ്റ്റ്. ഇപ്പൊ നമ്മൾ ഫാക്ടറിയിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന വെള്ളം അല്ലെ, നമ്മൾ അതിന്റെ ബാക്കി വരുന്ന ലിക്വിഡ് ഫോമിലുള്ളത്. അപ്പൊ അതെങ്ങനെ ഡിസ്പോസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് പഠിക്കുന്നതാണ്. പിന്നെ ബയോമെഡിക്കൽ ആണ്, അതായത് നമ്മൾ ഹോസ്പിറ്റൽ വേസ്റ്റ്, അത് നമ്മൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അത് ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ വളരെയധികം മനുഷ്യർക്കും ഹാനികരമാണ്, പ്രകൃതിക്കും ഹാനികരമാണ്. അപ്പൊ ആ വേസ്റ്റ് ഡിസ്പോസൽ ബയോമെഡിക്കൽ. പിന്നെ ഈ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഈ വേസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം ഇലക്ട്രോണിക് വേസ്റ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ കമ്പ്യൂട്ടർ, മൊബൈല്, ഇതൊക്കെ നമ്മളിപ്പോ ഉപയോഗിക്കാൻ പറ്റാതെ ആയി കഴിഞ്ഞാൽ അത് എവിടെ ഡിസ്പോസ് ചെയ്യും? കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സംഭവമാണ്. ഇത് അഴുകി പോവില്ല അല്ലെ. നമ്മൾ ഡീഗ്രേഡബിൾ അല്ല, ബയോഡീഗ്രേഡബിൾ അല്ല. അതായത് ബാക്ടീരിയനെ ഉപയോഗിച്ച് എന്ത് ചെയ്യാൻ പറ്റില്ല, അതിനെ ഡീകമ്പോസ് ചെയ്യിപ്പിക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ് ഈ പറയുന്ന ഈ വേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വേസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ അതും പ്രകൃതിക്ക് എന്താണ്, വിനാശമായിട്ട് വരും. അപ്പൊ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ വേസ്റ്റ് ഡിസ്പോസൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് പീപ്പിളിനെ സംബന്ധിച്ച്. അപ്പൊ നമ്മൾ നോക്കുക, ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും എടുക്കുന്ന സമയത്ത് ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് പൊല്യൂഷൻ തന്നെയാണ്. അത് വിവിധ പൊല്യൂഷൻ, അതിൽ തന്നെ എയർ പൊല്യൂഷനും വാട്ടർ പൊല്യൂഷനും ആണ് സ്ഥിരമായിട്ട് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആ ഏരിയ നല്ല ഡെപ്തിൽ തന്നെ പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ വലിച്ചു വാരി പഠിക്കേണ്ട ആവശ്യമില്ല. പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയൺമെന്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഏത് ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ഏരിയ നമുക്ക് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പൊല്യൂഷൻ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. പൊല്യൂഷനിൽ തന്നെ വാട്ടർ പൊല്യൂഷനും എയർ പൊല്യൂഷനും ആണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്. സോയിൽ പൊല്യൂഷൻ അത്ര ചോദിച്ചു കണ്ടിട്ടില്ല. ഓക്കെ,
പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് വേസ്റ്റ് ഡിസ്പോസൽ. അപ്പൊ ഈ വേസ്റ്റ് ഡിസ്പോസലിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളത്. പിന്നെ ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് ആക്ട്സ് ആൻഡ് കൺവെൻഷൻ എന്ന് പറയുന്നത്. അതായത് ഓരോരോ ആക്ടുകൾ, കൺവെൻഷൻസ്, അതായത് എൻവയൺമെന്റുമായി ബന്ധപ്പെട്ട് വിവിധ ആക്ടുകൾ സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗ്ലോബൽ ലെവലിലാണെങ്കിലും എന്താണ്, പിന്നെ അതുപോലെ തന്നെ ഒരു നമ്മുടെ നേഷൻ ലെവലിലാണെങ്കിലും. ഗ്ലോബൽ ലെവലിൽ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മള് UN ഒക്കെ കീഴില് UNFCCC ഒക്കെ ഉണ്ട്. അതെന്താണ്, അത് ഗ്ലോബൽ ലെവലുകളാണ്. അതായത് നമ്മൾ മൊത്തത്തിൽ എല്ലാ രാജ്യങ്ങളും പാലിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ ഫിനോമിനയാണ്. അതായത് ലോകത്തിൽ ആകമാനം ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ വീടിന് അടുത്തൊരു പുഴയുണ്ട്. ആ പുഴ പൊല്യൂട്ടഡ് ആയി കഴിഞ്ഞാൽ ആ പ്രദേശവാസികളെ മാത്രം ബാധിക്കുന്ന കാര്യമാണ്. അതേസമയം ഓസോൺ പാളിക്ക് വിള്ളൽ വന്നു കഴിഞ്ഞാൽ അത് ലോകത്തിനെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ്. അപ്പൊ അങ്ങനെ ഗ്ലോബൽ ആയിട്ടുള്ള കാര്യങ്ങളും ഉണ്ട്, ലോക്കൽ ആയിട്ടുള്ള പൊല്യൂഷനും ഉണ്ട്. അപ്പൊ അത് രണ്ടും നമ്മൾ രണ്ട് രീതിയിൽ തന്നെ മനസ്സിലാക്കണം. അപ്പോ ഗ്ലോബൽ ആയിട്ടുള്ള പൊല്യൂഷനിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത്, ഈ ഗ്ലോബൽ ആയിട്ടുള്ള ഇഷ്യൂവിൽ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഒന്ന് ഗ്ലോബൽ വാർമിംഗ്, ഒന്ന് ഗ്രീൻ ഹൗസ് ഇഫക്റ്റും ആണ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് ഗ്രീൻ ഹൗസ് ഇഫക്റ്റ് എന്ന് പറയുന്നതും ഓരോർലെസ് സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലെ, അതായത് ലോകത്തിൽ ആകമാനം ഉള്ള ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ, ഭൂമിയുടെ ചൂട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, അതിനെ എങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിന് വേണ്ടിയിട്ടുള്ള ആക്ടുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അല്ലെ, അതായത് വേൾഡ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊക്കെ എന്തൊക്കെ എന്താണ് സജഷൻസ് ആണ് വന്നിട്ടുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ആക്ട്സ് ആൻഡ് കൺവെൻഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അതിൽ തന്നെ ഓസോൺ ഡിപ്ലീഷൻ, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്, ഗ്ലോബൽ വാർമിംഗ്, ഇത് മൂന്നും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഏരിയ ആണ്. ഇപ്പൊ റീസെന്റ് ആയിട്ട് വെറ്റ്ലാൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട്. വെറ്റ്ലാൻഡ് എന്ന് പറയുന്ന തണ്ണീർത്തടമാണ്. തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റാംസർ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു കൺവെൻഷൻ ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അത് തണ്ണീർത്തടത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ റാംസർ കൺവെൻഷൻ എന്ന് പറയുന്നത്, വെറ്റ്ലാൻഡ്. അപ്പൊ അത് കേരളത്തിലും ഒരുപാട് പ്രദേശങ്ങളെ ഈ തണ്ണീർത്തട സംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് പ്രൊട്ടക്ട് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതായത് തണ്ണീർത്തടം പ്രൊട്ടക്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ആ ഏരിയ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പൊ ആ റാംസർ കൺവെൻഷൻ ഇപ്പൊ റീസെന്റ് ആയിട്ട് ചോദിച്ചു കാണുന്നുണ്ട്. അപ്പൊ ഓസോൺ ഡിപ്ലീഷൻ അല്ല, ഓസോൺ പാളിക്ക് വിള്ളല് വീഴാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ഗേഷ്യസ് പൊല്യൂട്ടൻസ് കാരണമാണ് ഓസോൺ പാളിക്ക് വിള്ളൽ ഉണ്ടാവുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ ആ ഒരു ഏരിയയിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. പിന്നെ ഈ ഏരിയയിൽ ചോദിച്ചിട്ടുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളും മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളും ഉണ്ട്. അതായത് നമ്മുടെ പ്രകൃതിയെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ എൻവയൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ട് ഗോളുകളാണ് മില്ലേനിയം ഡെവലപ്മെന്റ് ഗോളും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോളും. അത് രണ്ടും നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇൻഡെപ്ത് ആയിട്ട് പഠിക്കേണ്ടത്. പിന്നെ അത് കൂടാതെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്ഥിരമായിട്ട് കാണുന്ന ചില ഏരിയകളൊക്കെ ഉണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് രണ്ട് തരം എനർജി റിസോഴ്സുകൾ ഉണ്ട്, റിന്യൂവബിളും നോൺ റിന്യൂവബിളും. അതായത് നമുക്ക് എനർജി, നമ്മുടെ എനർജി ആവശ്യങ്ങൾക്കായി ഊർജത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് സ്രോതസ്സുകളുണ്ട്. അപ്പൊ അതിൽ തന്നെ റിന്യൂവബിളും ഉണ്ട്, നോൺ റിന്യൂവബിളും ഉണ്ട്. റിന്യൂവബിൾ എന്ന് പറയുന്നത് റിന്യൂ ചെയ്യുന്നതാണ്, അത് തനിയെ എന്താണ് വീണ്ടും അത് ഉണ്ടായിക്കൊണ്ടിരിക്കും. നോൺ റിന്യൂവബിൾ എന്ന് പറയുന്നത് നമ്മൾ വൺസ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് തീർന്നു പോയി, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അത് തിരിച്ചു കിട്ടില്ല. അപ്പൊ അങ്ങനെ രണ്ട് തരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകൾ ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഠിക്കണം. അപ്പോ അതിന്റെ ഭാഗമായിട്ട് ഈ ഗ്രീൻ എനർജി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ വളരെ റീസെന്റ് ആയിട്ട് ഇപ്പൊ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. അപ്പൊ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ എന്താണെങ്കിലും നമുക്ക് എനർജി വേണം പല രൂപത്തിൽ. അതായത് ഇപ്പൊ നമുക്ക് വാഹനം ഓടണമെങ്കിൽ അതിന് ഇന്ധനം വേണം, നമ്മുടെ വീട്ടിലെ മെഷീനുകൾ പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് ഇന്ധനം വേണം. അപ്പൊ ഇതിനൊക്കെ ഇന്ധനം വേണം. അപ്പൊ ഇത്രയും എനർജി ഒരു എന്താണ് ഒരു പ്രദേശം അല്ലെങ്കിൽ ഒരു വീടിനകത്തെ കാര്യം തന്നെ എടുത്തു നോക്കുകയാണെങ്കിൽ അത്രയും എനർജി നീഡ് ഉണ്ട്. അപ്പൊ ഈ എനർജി നീഡുകളെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാൻ വേണ്ടി നമ്മൾ പലതരത്തിലുള്ള എനർജികളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ചില എനർജികൾ നമ്മുടെ പ്രകൃതിക്ക് എന്താണ് ദോഷമാണ്. അപ്പൊ ദോഷമല്ലാത്ത എനർജികൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം. അപ്പൊ അതാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ ഗ്രീൻ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഇപ്പൊ ഞാൻ ഒരു ടോപ്പിക് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ചോദ്യങ്ങളാണ് ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് തോന്നുന്നു. പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് എന്ന് പറയുന്ന ഏരിയനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ ആണല്ലോ അത്?
ഓക്കെ, പുതിയ പിള്ളേർ കുറച്ച് പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതാണ് പീപ്പിൾ എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് നമ്മൾ വെറുതെ നോക്കി പോവാതെ ഇത് ഫോക്കസ് ചെയ്ത് പഠിക്കാം. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന, ഞാൻ മുന്നേ ഉള്ള ക്ലാസ്സിൽ ഇരുന്നവർക്ക് അറിയായിരിക്കും, ഞാൻ പുതിയ അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. നിങ്ങളൊരു ചോദ്യ പേപ്പർ വിശകലനം ചെയ്യുക അല്ലെങ്കിൽ ഒരു ചോദ്യ പേപ്പർ സോൾവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ചോദ്യം വായിച്ചു നോക്കുക, അതിന്റെ ഉത്തരം സി. ഓക്കെ, അപ്പൊ ആ ചോദ്യം വായിക്കുന്നു, അതിന്റെ ഉത്തരം സി, ഇതാണ് ഉത്തരം. അങ്ങനെ വെറുതെ പഠിച്ചു പോകുന്നതുകൊണ്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതുകൊണ്ട് ഒരു ഗുണവും ഇല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇപ്പൊ 2025 അറബിക്കിന്റെ പേപ്പർ 1 നിങ്ങൾ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ചോദ്യം 1 മുതൽ 5 വരെ DI ആണ്, അത് പിന്നെ പ്രത്യേകിച്ച് ഒന്നും നോക്കാനില്ല. അപ്പൊ അതവിടെ നിൽക്കട്ടെ. 6ാമത്തെ ചോദ്യം മുതൽ ഇപ്പൊ ഈ ഒരു ചോദ്യം എടുക്കുക. ഇത് 7ാമത്തെ ചോദ്യം പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ PDE എന്ന് എഴുതുക, 7 എന്ന് എഴുതിയിട്ട് PDE ഒരു ഹൈഫൻ ഇട്ടിട്ട് ഈ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റിലെ ഏത് ഏരിയയിൽ നിന്നാണ് ഈ ചോദ്യം വന്നിട്ടുള്ളതെന്ന് നോക്കാം. ഇത് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഏരിയയിൽ നിന്നുള്ള ചോദ്യമാണ്. അപ്പൊ PDE എന്ന് എഴുതിയിട്ട് ഒരു ഹൈഫൻ ഇട്ടിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന് എഴുതുക. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഓരോ ചോദ്യപേപ്പറും ചെയ്യുമ്പോൾ ഇതേപോലെ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്ത് പോകണം. ഇതിനൊരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ കുറെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കിൽ നിന്നും ഏത് ഏരിയയിൽ നിന്നാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്നതിനെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടും. അപ്പൊ ഒരു 30 ചോദ്യപേപ്പർ ഇതേപോലെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചില ചോദ്യങ്ങൾ അല്ലെങ്കിൽ ചില ഏരിയകൾ റിപ്പീറ്റഡ് ആയിട്ട് ആ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതായിട്ട് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓക്കെ, ഇത് നെറ്റിന്റെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ്, ഇത് നന്നായിട്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലാവും. അതിന്റെ അർത്ഥം മറ്റുള്ള ഏരിയകളിൽ ലീവ് ചെയ്യണം എന്നല്ല. നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഇതിന് കുറച്ചും കൂടെ ഫോക്കസ് കൊടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയുന്നത്, നിങ്ങൾ ചോദ്യപേപ്പർ നോക്കിയിട്ട് ആ ചോദ്യപേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഏരിയകൾ മാത്രം പഠിച്ച് ബാക്കിയുള്ള ഏരിയകളൊന്നും നിങ്ങൾ പഠിക്കണ്ട എന്നല്ല. ഇതിന് കുറച്ചും കൂടെ കൂടുതൽ ഊന്നൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് ചോദ്യം ചോദിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ കിട്ടും. ഇനി നിങ്ങൾ ചോദ്യപേപ്പർ ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ആൻസർ മാത്രം പഠിക്കും, മറ്റു ഓപ്ഷൻസ് നിങ്ങൾ ചിലർ വായിച്ചു നോക്കുക പോലും ഇല്ല. ഓക്കെ, നമുക്ക് ആൻസർ മാത്രം പഠിച്ചാൽ മതിയല്ലോ, ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തിനാ, അത് തെറ്റല്ലേ, അതെന്തിനാ നമ്മൾ നോക്കുന്നത്? അങ്ങനെയല്ല, ആ തെറ്റായിട്ടുള്ള ഓപ്ഷനും നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. കാരണം നെറ്റിന്റെ ഒരു പാറ്റേണിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കര ഇൻഡെപ്ത് ആയിട്ട് ഒരു കാലത്ത് നന്നായിട്ട് റിസർച്ച് ചെയ്തുകൊണ്ടിരുന്നത്, ഞാൻ ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ നെറ്റിന്റെ ചോദ്യ പേപ്പർ റിസർച്ച് ചെയ്യുന്ന എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഹോബിയാണ്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അവരെന്തെങ്കിലും ഒരു സാധനം ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും അതിന് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. അത് അടുത്ത തവണ ചിലപ്പോൾ ആൻസർ ആയിട്ട് വരും, ചിലപ്പോൾ അടുത്ത തവണ അതിൽ നിന്ന് ചോദ്യം വരും. അവർ ഓപ്ഷനിലെങ്കിലും അവരെന്തെങ്കിലും ഒരു കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് നോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചോദ്യപേപ്പറിൽ നിന്ന് ഒന്നും തന്നെ കളയാനില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിനെ മാക്സിമം എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം. ആ ചോദ്യപേപ്പറിന്റെ ഒരു വരി പോലും അല്ലെങ്കിൽ ഒരു വാക്ക് പോലും നിങ്ങൾക്ക് എന്താണ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഇഴകീറി പരിശോധിക്കണം ക്വസ്റ്റ്യൻ പേപ്പറിനെ. പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ പറയാണ്, ഏതാണ് ബുക്ക് റെഫർ ചെയ്യേണ്ടതെന്ന്. അങ്ങനെ ഒരു യൂണിവേഴ്സൽ ബുക്ക് ഇല്ല. നിങ്ങൾ ഒരു ബുക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ഈ ബുക്ക് ഞാൻ പഠിക്കുകയാണ്, ഈ ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് JRF കിട്ടും എന്നൊരാൾ പറയുന്നുണ്ടെങ്കിൽ പിന്നെ അയാളുടെ അടുത്ത് ഒരു ഉപദേശവും നിങ്ങൾ ചോദിക്കാൻ പോവരുത്. അയാൾ പറയുന്നത് പച്ചക്കള്ളമാണ്. കാരണം അങ്ങനെ ഒരു പുസ്തകം മാത്രം പഠിച്ചിട്ട് ഒരാൾക്കും JRF കിട്ടില്ല. അങ്ങനെ അയാൾ പറയുന്നുണ്ടെങ്കിൽ അയാൾ കള്ളമാണ് പറയുന്നത്. കാരണം അയാൾ വേറെ പുസ്തകങ്ങളൊക്കെ റെഫർ ചെയ്തിട്ട് ഇത് അയാളൊരു സൈഡായിട്ട് നോക്കുന്നുണ്ടാവുമായിരിക്കും. അതല്ലാതെ ഇന്ന ബുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് JRF കിട്ടും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഈ ബുക്ക് മാത്രം പഠിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും എന്ന് ഞാൻ പറയില്ല. അങ്ങനെ ഒരു ബുക്കില്ല. പക്ഷേ നമുക്ക് ഉറപ്പായിട്ടും പറയാം, നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ JRF കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഈ രീതിയിൽ പഠിക്കണം. വെറുതെ ഒന്നാമത്തെ ചോദ്യം ഇതിന്റെ ആൻസർ ചെയ്ത്, രണ്ടാമത്തെ ചോദ്യം ഇതിന്റെ ആൻസർ ചെയ്ത് അങ്ങനെ കാണാതെ പഠിക്കല്ല. ചോദ്യത്തിലെ കീവേഡുകൾ കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, ആ കീവേഡ് വെച്ചിട്ട് അതിനെ പറ്റി നോട്ട് ഉണ്ടാക്കുക, എന്നിട്ട് ഈ ചോദ്യം നോക്കുക, ആ ചോദ്യത്തിന്റെ ആൻസർ എഴുതുക, ബാക്കി ഓപ്ഷൻസ് പഠിക്കുക. അങ്ങനെ പഠിച്ചു പോയി കഴിയുമ്പോൾ തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേക്കും അത്ര സമയം എടുക്കും. അങ്ങനെ വേണം നിങ്ങൾ ചോദ്യപേപ്പർ ചെയ്യാൻ, അല്ലാതെ വെറുതെ ചെയ്യാൻ വേണ്ടി ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ ഇത് നമ്മുടെ പീപ്പിളിലെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അപ്പൊ ഈ മോയ്സ്ചർ കണ്ടന്റ് അനുസരിച്ച് ഏറ്റവും കൂടുതൽ മോയ്സ്ചർ ഉള്ളത് ഇതിനകത്ത് ഏതിനായിരിക്കും?
ഗാർബേജിനാണ്. അതായത് നമ്മൾ ഈ ഗാർബേജ് എന്ന് പറയുന്നത് ഈ നനവോടെ നമ്മൾ ഇടുന്നതിനെയാണ് ഗാർബേജ് എന്ന് പറയാ. ഇപ്പൊ നിങ്ങൾ ഈ ഹരിതകർമ്മ സേനയുടെ ഒക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് പറയുന്നതാണ് സെപ്പറേറ്റ് ഇടണം എന്ന് പറയും അല്ലെ, നനവുള്ളതും നനവില്ലാത്തതും. അതായത് ഇപ്പൊ കവറുകളൊക്കെ ആണെങ്കിൽ കഴുകി ഉണക്കിയിട്ട് വേണം കൊടുക്കാനെന്ന്. അപ്പൊ അതെന്തല്ല, അത് ഗാർബേജ് അല്ല. ഗാർബേജ് എന്ന് പറയുന്നത് മോയ്സ്ചർ കണ്ടന്റ് ഏറ്റവും കൂടുതലുള്ളതാണ് ഗാർബേജ് എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും കുറവുള്ളത് എന്താണ്? ട്രാഷ് ആണ്. ട്രാഷ് ക്യാൻ എന്നൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ട്രാഷ് എന്ന് പറയുന്നത് പേപ്പർ വേസ്റ്റ് അങ്ങനെയുള്ളതാണ്. അതായത് ഈർപ്പം ഒട്ടും തന്നെ ഇല്ലാത്തതാണ് ട്രാഷ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കുറച്ചും കൂടെ ഈർപ്പമുള്ളതാണ് റബ്ബിഷ് എന്ന് പറയുന്നത്. അപ്പൊ റബ്ബിഷിനകത്ത് ഇത്തിരി കൂടി നനവൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ മറ്റേത് റെഫ്യൂസ് അല്ല കേട്ടോ, അത് റീയൂസ് ആണ്. റെഫ്യൂസ് അല്ല, അത് റീയൂസ് ആണ്. റീയൂസ് ചെയ്യാൻ പറ്റുന്ന വസ്തുക്കളിലും പിന്നെ എന്താണ് കുറച്ചും കൂടെ ഈർപ്പം ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഈർപ്പമുള്ളത് ഏതിനാണ്? ഗാർബേജിനാണ്. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ഈർപ്പമുള്ളത് ഗാർബേജിനും ഏറ്റവും കുറവുള്ളത് ട്രാഷിനും ആണെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ എയും ഡിയും ഫസ്റ്റും ലാസ്റ്റും വരുന്ന ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ചോദ്യം. ഇതിപ്പോ നമുക്ക് ചിലപ്പോ നമ്മൾ പഠിച്ച ഏരിയയിൽ നിന്ന് വന്നിട്ടുണ്ടാവില്ല, പക്ഷെ അവിടെ നമ്മുടെ ഒരു ലോജിക്ക് നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ട്രാഷ് ക്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ ഇപ്പൊ നമ്മള് ചോക്ലേറ്റ് റാപ്പേഴ്സ് ഒക്കെ ഇല്ലേ, അതായത് ഇപ്പൊ നമ്മൾ മിഠായി ഒക്കെ കഴിച്ചതിന്റെ ആ ഒരു റാപ്പർ ഉണ്ടല്ലോ, അത് ശരിക്കും ട്രാഷിലാണ് വരിക. അതേസമയം നമ്മളിപ്പോ പഴത്തിന്റെ തൊലി, പച്ചക്കറിയുടെ വേസ്റ്റ്, ഇതൊക്കെ എന്താണ്? ഗാർബേജിലാണ് വരിക. കാരണം അതിനകത്ത് എന്തുണ്ട്? ഈർപ്പം നന്നായിട്ടുണ്ട്. അപ്പൊ ഈർപ്പം ഏറ്റവും കൂടുതലുള്ളത് ഗാർബേജും ഈർപ്പം ഒട്ടും ഇല്ലാത്തത് ട്രാഷുമാണ്. ഓക്കെ, അപ്പൊ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റിൽ നിന്നുള്ള ഒരു ജനറൽ കാറ്റഗറി ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് പല ടോപ്പിക്കിൽ നിന്നും ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, കാണാറുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്തായിട്ടാണ് തോന്നുന്നത്? ഏത് ടോപ്പിക്കിൽ നിന്നുള്ളതാണെന്നാണ് തോന്നുന്നത്? Eutrophication leads to depletion of dissolved oxygen in a lake. Dissolved oxygen in water decreases with increase in temperature. Environment. ഏതായിരിക്കും ടോപ്പിക്? എൻവയൺമെന്റ് തന്നെയാണ് അല്ലെ ടോപ്പിക്. യെസ്. ഇനി നമുക്ക് ഇത് അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരിടക്കാലത്ത് അസേർഷൻ റീസൺ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് കുറച്ചൊന്ന് ചുവട് മാറ്റി സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വീണ്ടും അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പൊ ഈ അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചധികം കെയർഫുൾ ആവണം. ആദ്യം അസേർഷൻ എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം സ്റ്റേറ്റ് ചെയ്യാണ്, ഇതാണ് എന്ന് പറയാണ്. അതിനെയാണ് അസേർഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അസേർഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങള് വസ്തുതാപരമായിട്ട് അത് ശരിയാണോ എന്നുള്ളത് ചെക്ക് ചെയ്യാം. അതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അസേർഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം ശരിയാണോ എന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ കാര്യം, റീസൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, കാരണം. അപ്പൊ ആ റീസൺ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളത്, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ എന്നുള്ളത് നോക്കാം. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം, ആ റീസണിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, പക്ഷേ അത് നേരത്തെ പറഞ്ഞ അസേർഷന്റെ കാരണമല്ലെങ്കിൽ അത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് റീസണിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാവുന്നത് കൊണ്ട് മാത്രം നമുക്ക് ആൻസർ ചൂസ് ചെയ്യാൻ പറ്റില്ല. ആ റീസൺ എന്ന് പറയുന്നത് അസേർഷനുള്ള കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ 3 കാര്യങ്ങളാണ് അസേർഷൻ റീസൺ ക്വസ്റ്റ്യനിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. അസേർഷനിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, റീസണിൽ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ശരിയാണോ, ഈ റീസൺ നേരത്തെ പറഞ്ഞ അസേർഷന്റെ ശരിയായ കാരണമാണോ, 3 കാര്യങ്ങൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. യൂട്രോഫിക്കേഷൻ ലീഡ്സ് ടു ഡിപ്ലീഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ എ ലേക്ക്. എന്താണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്? ആർക്കെങ്കിലും അറിയാമോ? ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ന് പറയുന്നത് എന്താ? യൂട്രോഫിക്കേഷൻ മറ്റേ 100% വാട്ടർ ഉള്ള മിനറൽസ് ഗുഡ് ആയിട്ടുള്ള യൂട്രോഫിക് ഇതാണോ? യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് എന്താണ്? ന്യൂട്രിയന്റ് റിച്ച് ആവുന്നതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ വെള്ളം എങ്ങനെയാണ് ന്യൂട്രിയന്റ് റിച്ച് ആവുക? ഇപ്പൊ നമ്മൾ ലേക്കിനെ പറ്റിയിട്ട് അവിടെ പറയുന്നേ, ഒരു തടാകം, ആ തടാകത്തിൽ എങ്ങനെയാണ് അത് ന്യൂട്രിയന്റ് റിച്ച് ആവുക? വാട്ടർ. അതായത് ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഒരു കൃഷി ചെയ്യുന്ന ഒരു സ്ഥലം, ആ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്താണ് NPK മിക്സ്ചർ ഇടും,
അല്ലെ? ബാക്കിയുള്ള വളം ഒക്കെ നമ്മൾ കൊടുക്കും അല്ലെ? നല്ല വിളവ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇറിഗേറ്റ് ചെയ്യും അല്ലെ? ഇറിഗേറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താണ് ചെടി ഈ പറയുന്ന പ്ലാന്റ്സിന് നമ്മൾ നനയ്ക്കും. ഈ നനയ്ക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും കുറച്ച് മേൽമണ്ണ് വെള്ളത്തിനോടൊപ്പം ഒക്കെ നമ്മൾ കുറച്ച് നനയ്ക്കുന്ന സമയത്ത് കുറച്ചൊക്കെ വെള്ളം ഒഴുകി പോകും അല്ലെ? നനച്ചുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഈ ഒഴുകി പോകുന്ന വെള്ളം അടുത്തുള്ള വാട്ടർ ബോഡിയിലേക്കായിരിക്കും ഒഴുകി ചെല്ലുന്നത്, അടുത്ത വാട്ടർ ബോഡി ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പൊ അതിനൊരു കാരണം അതാണ്. അപ്പൊ നമ്മൾ ഈ ചേർത്ത വളങ്ങളെല്ലാം എവിടെ പോയിട്ട് ചേരും? ഈ പറയുന്ന അടുത്തുള്ള വാട്ടർ ബോഡിയിൽ ചെല്ലും. അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന നമ്മൾ ചേർത്തിരിക്കുന്ന വളം ഉണ്ടല്ലോ, അപ്പൊ അതും ഈ വെള്ളത്തിനോടൊപ്പം ലയിച്ചിട്ട് ഈ വെള്ളത്തിൽ പോയിട്ട് അല്ലെ, ഈ വാട്ടർ ബോഡിയിൽ പോയിട്ട് ചേരുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വാട്ടർ ബോഡിയിൽ ന്യൂട്രിയൻസ് റിച്ച് ആവും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് ഒരു കാരണമാണ് കേട്ടോ. ഈ വാട്ടർ ബോഡി ന്യൂട്രിയന്റ് റിച്ച് ആവാനുള്ള ഒരു കാരണം നമ്മൾ ഈ കൃഷിക്കൊക്കെ വളമിടുന്ന സമയത്ത്, അത് നനയ്ക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ ഇത് ഒഴുകി അടുത്തുള്ള വാട്ടർ ബോഡിയിലേക്ക് എത്തുമ്പോൾ ആ വാട്ടർ ബോഡി റിച്ച് ആവും. ഇങ്ങനെ റിച്ച് ആയ വാട്ടർ ബോഡിയിൽ എന്ത് സംഭവിക്കും? കൂടുതൽ വാട്ടർ പ്ലാന്റ്സുകൾ നന്നായിട്ട് വളരും അല്ലെ? അതായത് നമ്മളൊരു ഫ്രഷ് വാട്ടറിൽ ഒരു ചെടി പിടിക്കുന്നതിനേക്കാൾ കൂടുതൽ അഴുകിയ വെള്ളത്തിനകത്ത് നല്ല ചെടി വളം, അതായത് ശരിക്കും അതും വളക്കൂറുള്ള മണ്ണെന്ന് പറയുന്ന പോലെ തന്നെ ആ വെള്ളത്തിലും എന്താണ് പ്ലാന്റിന്റെ ഗ്രോത്ത് കൂടുതലായിരിക്കും. ഇനി നിങ്ങൾ ആലോചിക്കാം, പൊതുവെ പ്ലാന്റ്സിന്റെ ഗ്രോത്ത് കൂടുതലും മണ്ണിലാണോ വെള്ളത്തിലാണോ? വെള്ളത്തിലാണോ? ആണോ? നിങ്ങളൊരു മണി പ്ലാന്റ് വെള്ളത്തിൽ പിടിപ്പിച്ചു നോക്കുക, മണ്ണിലും പിടിപ്പിച്ചു നോക്കുക, പെട്ടെന്ന് വളരുന്ന ഏതായിരിക്കും? മണ്ണിലുള്ളതായിരിക്കും. ഇനി രണ്ട് എക്സാമ്പിൾ, ഇനി രണ്ട് വാട്ടർ ബോഡി എടുക്കുകയാണ്. ഒന്ന് നല്ല ഫ്രഷ് വാട്ടർ, ഞാനിപ്പോ ടാപ്പിൽ നിന്ന് പിടിച്ച വെള്ളത്തിനകത്ത് ഞാൻ മണി പ്ലാന്റ് ഇടുവാണ്. ഇനി ഇപ്പുറത്തെ ഒരു പാത്രത്തിനകത്ത് ഞാൻ ഇത്തിരി എന്താണ് കുറച്ച് പ്ലാന്റ്സിന്റെ ലീവ്സ് ഒക്കെ ചീഞ്ഞ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഞാൻ മണി പ്ലാന്റ് നട്ടുപിടിപ്പിക്കുകയാണ്. ഇതിലേതിനായിരിക്കും ഗ്രോത്ത് കൂടുതൽ? അതിനായിരിക്കും. കാരണം അത് ന്യൂട്രിയൻ റിച്ച് ആണ്. അപ്പൊ അത് മനസ്സിലാക്കാം. ഇനി ഇതിപ്പോ ഞാനിവിടെ പറയാൻ കാരണം, ഈ വാട്ടർ ബോഡിയിൽ യൂട്രോഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വാട്ടർ ബോഡി ന്യൂട്രിയന്റ് റിച്ച് ആവുന്നതിനെയാണ് യൂട്രോഫിക്കേഷൻ എന്ന് പറയാം. അപ്പൊ ഈ വാട്ടർ ബോഡി ന്യൂട്രിയന്റ് റിച്ച് ആവുന്നത് കൊണ്ട് ആർക്കാണ് നേട്ടം? അതില് മീനുകൾക്ക് നേട്ടമുണ്ടോ? ഇല്ല. അതില് മീനുകൾക്കല്ല, അതില് ഈ വാട്ടർ പ്ലാന്റ്സിനാണ് അതുകൊണ്ട് നേട്ടമുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഈ വാട്ടർ ബോഡിയിൽ വാട്ടർ പ്ലാന്റ്സ് ഉണ്ട്. അപ്പൊ ഈ വാട്ടർ പ്ലാന്റ്സിന് ഈ പറയുന്ന യൂട്രോഫിക്കേഷൻ സംഭവിക്കുമ്പോൾ, ആ ഒരു വാട്ടർ ബോഡിയിൽ യൂട്രോഫിക്കേഷൻ സംഭവിക്കുമ്പോൾ ആ വാട്ടർ പ്ലാന്റ്സിനെ അതെന്ത് ചെയ്യും? അതിന്റെ ഗ്രോത്തിനെ അത് പ്രൊമോട്ട് ചെയ്യും. അതാണ് അവിടെ മെയിൻ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ഇനി നോക്കാം, യൂട്രോഫിക്കേഷൻ ലീഡ്സ് ടു ഡിപ്ലീഷൻ ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ എ ലേക്ക്. യൂട്രോഫിക്കേഷൻ എന്തിലേക്ക് നയിക്കുന്നു എന്നാണ് പറയുന്നത്? ഒരു ലേക്കിനകത്ത്, അതായത് ഒരു വാട്ടർ ബോഡിയിലെ ഡിസോൾവ്ഡ് ഓക്സിജനെ ഡിപ്ലീറ്റ് ചെയ്യും എന്നാണ് പറയുന്നത്. ഡിപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം? നശിപ്പിക്കുക. ഓസോൺ ഡിപ്ലീഷൻ എന്നാണല്ലോ പറയുന്നത്. അത് ശരിയാണോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ് ഈ യൂട്രോഫിക്കേഷൻ സംഭവിക്കുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ജലാശയത്തിൽ ന്യൂട്രിയൻസ് റിച്ച് ആയി കഴിഞ്ഞാൽ അതിൽ കൂടുതൽ പ്ലാന്റ്സ് വളരും. ഓക്കെ, ഈ പ്ലാന്റ്സിന് ഓക്സിജൻ വേണം. എവിടുന്ന് എടുക്കും ഓക്സിജൻ? ഈ വാട്ടർ ബോഡിയിൽ ഓക്സിജൻ ഇത് എടുക്കും. അപ്പൊ കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടായാൽ എന്ത് സംഭവിക്കും? യൂട്രോഫിക്കേഷൻ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? നല്ല വളക്കൂറുള്ള വെള്ളം, അപ്പൊ കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടാവും. കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ കൂടുതൽ ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിക്കും. അതായത് ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിപ്ലീഷൻ സംഭവിക്കും. ഓക്കെ ആണോ? ക്ലിയർ ആണോ അത്? അതായത് യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് വളക്കൂറ് ഉണ്ടാവുക അല്ലെ വെള്ളത്തിനകത്ത്. ആ വളക്കൂറ് ഉണ്ടാവുന്ന സമയത്ത് കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടാവും. ഈ കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടാവുക എന്ന് പറയുമ്പോൾ കൂടുതൽ വെള്ളത്തിൽ ഡിസോൾവ് ആയ ഓക്സിജൻ എടുക്കും. കാരണം പ്ലാന്റ്സിന് ഓക്സിജൻ ആവശ്യമുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ശരിക്കും പ്ലാന്റ്സിന് എന്തിനാ ഓക്സിജൻ എന്ന്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ എടുക്കുന്നേ, എന്നിട്ട് ഓക്സിജൻ അല്ലേ റിലീസ് ചെയ്യുന്നതെന്ന്? അത് ഡൗട്ട് തോന്നിയോ? അല്ലെ, പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിന്റെ സമയത്ത് എന്താ വേണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡാ വേണ്ടത്. ഓക്സിജൻ പുറത്തേക്ക് വിടുകയല്ലേ ചെയ്യാം പ്ലാന്റ്സ്. അപ്പൊ പിന്നെ എന്തിനാ ഡിസോൾവ്ഡ് ഓക്സിജനെ വാട്ടർ പ്ലാന്റ്സ് എടുക്കണത്? അതായത്
ഫോട്ടോസിന്തസിസും റെസ്പിറേഷനും രണ്ടും നടക്കുന്നുണ്ട് പ്ലാന്റ്സിന്. അതായത് ഫോട്ടോസിന്തസിസ് പകൽ സമയത്താണ്, കാരണം അതിന് സൺലൈറ്റ് വേണം അല്ലെ. അപ്പോ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ അത് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തിട്ട് ഓക്സിജനെ റിലീസ് ചെയ്യും. രാത്രി കാലങ്ങളിൽ എന്താ സംഭവിക്കുക? ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ രാത്രി നമ്മുടെ ബെഡ്റൂമുകളിലൊന്നും കൂടുതൽ പ്ലാന്റ്സുകൾ വെക്കരുതെന്ന് പറയുന്നത്. കാരണം രാത്രി സമയത്ത് ഇത് എന്താ ചെയ്യുക? ഓക്സിജൻ എടുത്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യും. അപ്പൊ നമുക്ക് ശ്വസിക്കാനുള്ള ഓക്സിജന്റെ അളവ് കുറയും. അപ്പൊ നമ്മൾ ജനലും കൂടെ അടച്ചിട്ടിട്ടാണെങ്കിൽ, ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സും വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? നമ്മുടെ ബ്രീത്തിങ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കും. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അവിടെ ഡിസോൾഡ് ഓക്സിജൻ ഡിപ്ലീഷൻ സംഭവിക്കും യൂട്രോഫിക്കേഷൻ ഉണ്ടാവുമ്പോൾ. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, അതിൽ സംശയമൊന്നുമില്ല. ഇനി രണ്ടാമത്തെ റീസൺ എന്താണെന്നുള്ളത് നോക്കാം. ഡിസോൾഡ് ഓക്സിജൻ ഇൻ വാട്ടർ ഡിക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. അതായത് വെള്ളത്തിന്റെ ടെമ്പറേച്ചർ കൂടുമ്പോ ഡിസോൾഡ് ഓക്സിജന്റെ അളവ് കുറയുമെന്നാണ് പറയുന്നത്. അത് ശരിയാണ്. അതായത് വെള്ളം ചൂടാക്കുമ്പോ അല്ലെങ്കിൽ വെള്ളം ചൂടാവുന്ന സമയത്ത് അതിനകത്തെ ഡിസോൾവ്ഡ് ഓക്സിജൻ എന്ത് സംഭവിക്കും? കുറയും. ഓക്കെ, അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാരണമാണോ ഈ അസേർഷന്റെ ശരിയായ റീസൺ? അതായത് ആണോ? അല്ല. അപ്പൊ അത് തെറ്റാണ്. കാരണം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡിസോൾവ്ഡ് ഓക്സിജൻ ഈ പ്ലാന്റ്സ് വലിച്ചെടുക്കുന്നതാണ്. ചൂടാവുന്നതും ഡിസോൾവ്ഡ് ഓക്സിജൻ കുറയുന്നതും തമ്മിൽ ഇതിന് ബന്ധമില്ല അല്ലെ. അവിടെ യൂട്രോഫിക്കേഷൻ സംഭവിക്കുമ്പോൾ കൂടുതൽ പ്ലാന്റ്സ് ഉണ്ടാവുന്നു, ആ പ്ലാന്റ്സിന് കൂടുതൽ ഓക്സിജൻ ആവശ്യമായിട്ട് വരുന്നു, അതുകൊണ്ട് അവിടുത്തെ ഓക്സിജന്റെ അളവ് കുറയുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെമ്പറേച്ചർ കൂടുമ്പോൾ വാട്ടറിൽ ഡിസോൾവ് ആയ ഓക്സിജൻ കുറയും. അതും അസേർഷനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. പക്ഷെ ആ പറഞ്ഞിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ്. പക്ഷെ എന്തല്ല? എയുടെ എക്സ്പ്ലനേഷൻ അല്ല. അതായത് എയുടെ കാരണമായിട്ടല്ല ആ എന്ന് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? അത് ഓക്കെ ആണോ? അത് ഓക്കെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഗെയിൻ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റിന്യൂവബിൾ എനർജി അവർ എപ്പോഴും ചോദിക്കുന്നതാണെന്ന് ഇപ്പൊ ചോദിച്ചിട്ടുണ്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് റിന്യൂവബിൾ എനർജി റിസോഴ്സ് കോൺട്രിബ്യൂട്ട്സ് ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ടു ദി ടോട്ടൽ ഇൻസ്റ്റാൾഡ് പവർ കപ്പാസിറ്റി ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിൽ ഒരുപാട് റിന്യൂവബിൾ എനർജി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിനകത്ത് ഒന്ന് സോളാർ ആണ്, രണ്ടാമത്തെ ന്യൂക്ലിയർ ആണ്, വിൻഡ്, ഹൈഡ്രോ, പിന്നെ ജിയോ തെർമൽ ഒക്കെ നമ്മൾ പറയാറുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന റിന്യൂവബിൾ എനർജിയാണ്. അതായത് ഇത് തീർന്നു പോകുന്നതല്ല. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. സോളാർ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഇവിടെ ആൻസർ സോളാർ ആയിട്ട് വന്നത്? ഇത് നിങ്ങൾക്ക് ഇത്രയൊന്നും ഇൻഡെപ്ത് അറിയേണ്ട ഒരു സംഭവമല്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഒരു കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കുറച്ചും കൂടി എളുപ്പമായിട്ട് മനസ്സിലാവും. ഞാൻ എർത്തിന്റെ എന്തുകൊണ്ടാണ് ഈ സോളാർ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേ ഓഫ് എനർജി ആണെന്ന് പറയുന്നതെന്നുള്ളതിന്റെ ഒരു കാര്യമാണ് പറയുന്നത്. ഇത് ഭൂമിയാണെന്ന് സങ്കല്പിക്കുക, തൽക്കാലം സങ്കല്പിച്ചാൽ മതി. ഇത് ഇക്വേറ്റർ ആണ്. ഇക്വേറ്റർ എന്ന് പറയുന്നത് ഭൂമിയെ പകുതിയായിട്ട് ഈക്വൽ ഹാഫ്സ് ആണ്. ഇതിപ്പോ ഞാൻ ഈക്വൽ അല്ല, എന്നാലും നിങ്ങൾ തൽക്കാലം ഈക്വൽ ആണെന്ന് വിചാരിക്കുക. അങ്ങനെ ഈ ഭൂമിയെ രണ്ടായിട്ട് മുറിക്കുന്ന, അതായത് ഇപ്പൊ നമ്മൾ ഒരു ഉണ്ടംപൊരി ആണെങ്കിൽ ആ ഉണ്ടംപൊരിയെ നമ്മൾ പകുതി മുറിച്ചു കഴിഞ്ഞാൽ രണ്ട് ഈക്വൽ ഹാഫ്സ് കിട്ടില്ലേ? അപ്പൊ അതാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഇത് നോർത്ത് പോളാണ്, നോർത്ത് പോള്. ഇത് സൗത്ത് പോള്. ഇനി ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്, ഇങ്ങനെ ഒരു പോർഷൻ ഉണ്ട്. ഇത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണും ഇത് ട്രോപ്പിക് ഓഫ് ഇത് ക്യാൻസറും ഇത് കാപ്രിക്കോണും ആണ്. ഇനി ഇത് ഇക്വേറ്റർ ആണ്. ഇന്ത്യ ഏകദേശം എവിടെയായിട്ടാ വരിക? ഇന്ത്യ ഏകദേശം ഈ ഇക്വേറ്ററിന്റെ ഒരു മുകളിലൊക്കെ ആയിട്ടാണ് വരുന്നത്. ഇന്ത്യയുടെ ഈ ഒരു പൊസിഷൻ ഇങ്ങനെയാണ്. അതായത് ഇക്വേറ്ററിന്റെ കുറച്ച് മുകളിലായിട്ടാണ് ഇന്ത്യ കാണപ്പെടുന്നത്. ഓക്കെ, ഇനി ഞാനൊരു കാര്യം പറയാം. ഇതിപ്പോ ഭൂമിയാണല്ലോ, ഇപ്പൊ ഇവിടെയാണ് സൂര്യൻ. ഓക്കെ, ഇവിടെ സൂര്യനാണ്. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ സൂര്യന്റെ രശ്മി വെർട്ടിക്കലായിട്ട് പതിക്കുന്ന എർത്തിന്റെ ഭാഗമാണ് ഈ പറയുന്ന ഏരിയ എന്ന് പറയുന്നത്. അതായത് നേരെ നമ്മൾ പറയില്ലേ ഉച്ചിയില് എന്ന് പറയില്ലേ, അതായത് ഇങ്ങനെ വെർട്ടിക്കലായിട്ട് സൂര്യരശ്മികൾ പതിക്കുന്ന ഭൂമിയുടെ ഭാഗമാണ് ഈ പറയുന്ന ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ക്യാൻസറിനും ഇടയിലുള്ള ഈ ഭാഗം. ഇനി നിങ്ങൾ നോക്കി, ഇത് ഇങ്ങനെയൊക്കെയാണ് വരുന്നത് അല്ലെ? ഈ നോർത്ത് പോളിലേക്കൊക്കെ വരുമ്പോ ഇങ്ങനെയാണ് റേസ് പോകുന്നത്. അതെന്തല്ല, വെർട്ടിക്കൽ അല്ല.
അപ്പൊ വെർട്ടിക്കൽ ആയിട്ട് പതിക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത് ഏതാണ്? ഈ ഭാഗമാണ് അല്ലെ, ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും കാപ്രിക്കോണിനും ഇടയിലുള്ള ഭാഗമാണ്. ഈ ഭാഗത്താണ് ഇന്ത്യ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സൺലൈറ്റ് ഏറ്റവും കൂടുതൽ കിട്ടുന്ന രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു എനർജി സോഴ്സ് ആണ് എന്ത്? സോളാർ എനർജി എന്ന് പറയുന്നത്. കാരണം ഇത് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു എനർജിയാണ്. അതുകൊണ്ടാണ് നമ്മള് സോളാർ ആണ് നമുക്ക്. പിന്നെ ഈ സോളാറിന് പ്രത്യേകിച്ച് എന്താണ്, കുറച്ച് എക്സ്പെൻസ് ഉണ്ട് എന്നത് ഒഴിച്ചു കഴിഞ്ഞാൽ സോളാർ നമുക്ക് വളരെ സുലഭമായിട്ട് ഈ ഇന്ത്യയിലെ എല്ലാ പ്രദേശത്തും കിട്ടുന്ന ഒരു എനർജി റിസോഴ്സ് ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ സോളാർ എനർജിയെ പ്രത്യേകം അങ്ങനെ തന്നെ എടുത്ത് പറയുന്നത്. ഇനി അടുത്തത് ന്യൂക്ലിയർ ആണ്. അപ്പൊ ന്യൂക്ലിയർ എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് നമ്മൾ ഒരു ആറ്റം എടുക്കുന്നു. ആറ്റം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഒബ്ജക്റ്റിന്റെ, ഇപ്പൊ ഞാനൊരു ബോക്സ് എടുക്കുവാണ് അല്ലെങ്കിൽ ഒരു പെൻ എടുക്കുവാണ്. ഈ പെന്നൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് കുറെ ആറ്റങ്ങൾ കൂടിയാണ് ഒരു പെൻ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ മനുഷ്യരുടെ ബോഡി ആണെങ്കിൽ നമ്മൾ അതിനെ സെല്ലെന്ന് പറയും അല്ലെ. നമ്മുടെ ബോഡികള് കുറെ സെല്ലുകള്, ജീവനുള്ള സെല്ലുകൾ കൂടി ചേർന്നിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി ഉണ്ടായത് അല്ലെ. സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസ് ഉണ്ടാവുന്നു, ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ഉണ്ടാവുന്നു, ഓർഗൻ സിസ്റ്റം ഉണ്ടാവുന്നു, ഓർഗൻ സിസ്റ്റങ്ങൾ ചേർന്നാണ് മനുഷ്യരുടെ ബോഡി എന്ന് പറയുന്നത്. പക്ഷെ ജീവനില്ലാത്ത വസ്തുക്കളുടെ ഏറ്റവും എന്താണ് ചെറിയ യൂണിറ്റ് എന്ന് പറയുന്ന ആറ്റമാണ്. ഈ ആറ്റത്തിനെ സ്പ്ലിറ്റ് ചെയ്യാണ്. ആറ്റത്തിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആറ്റത്തിനകത്തൊരു ന്യൂക്ലിയസ് ഉണ്ട്. ഈ ന്യൂക്ലിയസിനെ മുറിക്കുകയാണ്. ഈ ന്യൂക്ലിയസിനെ മുറിക്കുന്ന സമയത്ത് അതിൽ നിന്ന് എനർജി റിലീസ് ആവും. ഈ എനർജിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ന്യൂക്ലിയർ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ന്യൂക്ലിയർ എനർജിയുടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു സംഭവം വരയ്ക്കാം. ഇതിപ്പോ ഒരു ആറ്റം. ആറ്റത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല നേക്കഡ് ആയി വെച്ചിട്ട്. ഈ ആറ്റത്തിന്റെ ന്യൂക്ലിയസിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യാണ്. ഇതൊരു ന്യൂക്ലിയസ് ആണ്. ഈ ന്യൂക്ലിയസിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട്, പിന്നെ ഞാൻ ഇതിനെ വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും, ഇത് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യും. ഈ ഓരോ തവണ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴും എനർജി റിലീസ് ആവും. ഇങ്ങനെ ഇതൊരു ചെയിൻ റിയാക്ഷൻ പോലെ സംഭവിക്കും. ഓക്കെ, നമ്മൾ പല എന്താണ് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്പ്ലിറ്റർക്ക് നമ്മൾ ന്യൂക്ലിയർ എനർജിയുടെ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എനർജി കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, ഈ എനർജിയാണ് നമ്മൾ ന്യൂക്ലിയർ എനർജിയിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണ് പിന്നെ നമ്മൾ ന്യൂക്ലിയർ എനർജി എന്ന് പറഞ്ഞാൽ ആറ്റം ഇഷ്ടം പോലെ കിട്ടുന്നില്ലേ? അപ്പൊ നമുക്ക് ന്യൂക്ലിയർ എനർജി ഭയങ്കര ഈസി അല്ലേ? പിന്നെ എന്തിനാ നമ്മൾ സോളാർ ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ കാരണം? ഈ ന്യൂക്ലിയർ എനർജിക്ക് ഒരു പ്രശ്നമുണ്ട്. ഇതിനകത്ത് ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് ഈ സ്പ്ലിറ്റിംഗ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ചുമ്മാ ഓപ്പൺ എയറിൽ ചെയ്യാൻ പറ്റില്ല. ഇതൊരു ചേംബറിനകത്ത്, അതായത് ഈ റിയാക്ഷൻ ഒരു ചേംബറിനകത്ത് മാത്രം കൺട്രോൾ ചെയ്തൊരു ചേംബറിനകത്ത് മാത്രമേ ഇത് നടത്താൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് ഓപ്പൺ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു വൈറസ് നമ്മൾക്ക് കൺട്രോൾ ഇല്ലാതെ പുറത്തു പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതുപോലെ ആയി പോകും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു ചേംബറിനകത്താണ് ഈ ഒരു റിയാക്ഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഈ ചേംബറിന് എവിടെയെങ്കിലും ഒരു ലീക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഇതുവഴി ഈ സംഭവം ആറ്റം പുറത്തേക്ക് അല്ലെങ്കിൽ ന്യൂക്ലിയസ് പുറത്തേക്ക് പോകും. പിന്നെ ഇത് പുറത്ത് വെച്ച് ഇങ്ങനെ സ്പ്ലിറ്റ് സംഭവിക്കുകയും ചെയ്യും. അത് വലിയ ദുരന്തത്തിന് കാരണമാവും. ഓക്കെ, അപ്പൊ അതാണ് ന്യൂക്ലിയർ ദുരന്തം എന്ന് പറയുന്നത്. അപ്പൊ അത് ഉള്ളത് കൊണ്ട് തന്നെ ഇത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി എന്താണ്? സോളാർ ആണ്. ഇനി അടുത്ത് പറഞ്ഞേക്കുന്നത് വിൻഡ് ആണ്. വിൻഡ് എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാത്തത്? കാറ്റടിക്കുമ്പോൾ ടർബൈൻ കറങ്ങും അല്ലെ, വലിയ കാറ്റാടി യന്ത്രം ഇങ്ങനെ കറങ്ങും. ആ കറങ്ങുന്ന കറക്കത്തിൽ നിന്നാണ് എനർജി നമ്മൾ എന്ത് ചെയ്യുന്നത്? എടുക്കുന്നത്. പിന്നെ അത് എന്തുകൊണ്ടാണ് നമ്മൾ പറയാത്തത്? അതിന് പ്രത്യേകിച്ച് റിസ്ക് ഒന്നുമില്ല. പിന്നെ ഈ പറയുന്ന പോലെ വിൻഡ് എനർജിയുടെ ആ ഫാം ഉണ്ടാക്കാൻ കുറച്ച് പൈസ ആവും. അതിപ്പോ സോളാറിനും ആവും. പിന്നെ എന്താ പ്രശ്നം? കാരണം സോളാർ സെല്ല് വെക്കാൻ നല്ലൊരു എമൗണ്ട് ആവും. അത്രയൊക്കെ എമൗണ്ട് ഒക്കെ തന്നെയാണ്. അത്ര എമൗണ്ട് അല്ല, എന്നാലും ഏകദേശം ഇതിനും അത്രയൊക്കെ തന്നെ വരുള്ളൂ. പിന്നെ എന്താണ് നമ്മൾ വിൻഡിനെ അധികം പറയാത്തത്? കാറ്റുള്ളിടത്ത് മാത്രമാണ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. സോളാർ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ കാറ്റ് അങ്ങനെയല്ല. കാറ്റുള്ള പ്രദേശങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഇന്ത്യ വെച്ച് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്ടിലുണ്ട്, പിന്നെ ഗുജറാത്തിലുണ്ട്. ഇങ്ങനെ കുറച്ച് പ്രദേശങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ കാറ്റ് ഇത്ര കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിച്ചാൽ മാത്രമാണ് ആ പങ്ക തിരിയുള്ളൂ. അല്ലാണ്ട് ചുമ്മാ നമ്മുടെ എന്താണ് മറ്റേ ഇന്നസെന്റ് പറഞ്ഞ പോലെ ഇളം കാറ്റില് തേങ്ങാക്കുലയിൽ അങ്ങനെ ആ കാറ്റ് പോരാ. അതായത് നല്ല ശക്തിയായിട്ടുള്ള കാറ്റ് വേണം. എന്നാലാണ് ഇതിന്റെ ഭയങ്കര വലിയ ലീഫാണ്. ആ വലിയ ലീഫ് കറങ്ങണമെങ്കിൽ
അത്രയും ഇത്ര കിലോമീറ്ററിൽ ഇത്രയും വേഗതയിൽ ഉണ്ടാവുന്ന കാറ്റിന് മാത്രമാണ് ആ പങ്ക് തിരിക്കാൻ പറ്റുള്ളൂ. അപ്പോ അത്രയും കിലോമീറ്റർ പെർ അവർ അടിക്കുന്ന കാറ്റുള്ള പ്രദേശത്ത് മാത്രമാണ് വിൻഡ് എനർജി പോസിബിൾ ആവുള്ളൂ. സോ വിൻഡ് എനർജി നമുക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഹൈഡ്രോയാണ്. ഹൈഡ്രോയുടെ പ്രശ്നം എന്താ? ഹൈഡ്രോ ഇലക്ട്രിക് എന്താണ്? നമ്മുടെ ഡാമൊക്കെ ഇല്ലേ, അതാണ്. അതിനെന്താ പ്രശ്നം? ഇതിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ഡാം കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ അവിടെ കുറെ പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, ആ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളെ ഒഴിപ്പിക്കുന്ന ഒരു പ്രശ്നം വരുന്നുണ്ട്. പിന്നെ ഈ ഡാം പ്രദേശത്തെ അതിന്റെ താഴെ താമസിക്കുന്ന ആളുകൾക്കുള്ള ആ ഒരു ഫ്ലഡിന്റെ ഭീഷണിയുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ ഡാം ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറയുന്ന എർത്ത്ക്വേക്കിനുള്ള സാധ്യതയുണ്ട്. എർത്ത്ക്വേക്കിനുള്ള സാധ്യത പറയാൻ കാരണം കൊയ്ന ഡാം എർത്ത്ക്വേക്ക് എന്ന് പറഞ്ഞിട്ട് മഹാരാഷ്ട്രയിൽ ഒരു എർത്ത്ക്വേക്ക് ഉണ്ടായി, ഒരു ഭൂമികുലുക്കം ഉണ്ടായി. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ കൊയ്ന റിവർ, അതായത് കൃഷ്ണ നദിയുടെ ട്രിബ്യൂട്ടറി ആയിരുന്ന കൊയ്ന എന്ന് പറയുന്ന ഒരു നദിയുണ്ട്, കൃഷ്ണ റിവറിന്റെ ട്രിബ്യൂട്ടറി. അപ്പൊ ഈ കൊയ്ന നദിയിൽ ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്തു. ഈ ഡാം കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ വെള്ളം ഇതിനകത്തേക്ക് സ്റ്റോർ ചെയ്യുവാണ്. ഇങ്ങനെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ പ്രഷർ എന്ത് ചെയ്യാണ്, നമ്മൾ ഈ ഭൂമിയുടെ ടെക്ടോണിക് പ്ലേറ്റിനെ, അതായത് ഭൂമിയുടെ ഒരു ഔട്ടർ ഇതുണ്ടല്ലോ, ഔട്ടർ ക്രസ്റ്റ്, അതിന് ഷെയ്ക്ക് ചെയ്തിട്ട് ഭൂമി കുലുക്കത്തിനൊക്കെ കാരണമാവും. അപ്പൊ അതുകൊണ്ട് ഈ ഹൈഡ്രോ എന്ന് പറയുന്നതും നമുക്ക് സോളാർ പോലെ അത്രയും അഭികാമ്യമായിട്ടുള്ള ഒരു എനർജി റിസോഴ്സ് അല്ല. അപ്പൊ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിന്യൂവബിൾ എനർജി റിസോഴ്സ് കോൺട്രിബ്യൂട്ട്സ് ഹയസ്റ്റ് പ്രൊപ്പോർഷൻ ടു highest contribution which of the following renewable energy resources contributes highest proportion to total installed power capacity in India എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോളാർ ആണ് വരിക. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ റിന്യൂവബിൾ എനർജി റിസോഴ്സ് എപ്പോഴും പിന്നെ ന്യൂക്ലിയർ എനർജി ഉറപ്പായിട്ടും പഠിച്ചോ, അത് ചോദിക്കും. ന്യൂക്ലിയർ എനർജി ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് ന്യൂക്ലിയർ എനർജി ഉറപ്പായിട്ടും പഠിച്ചു. ന്യൂക്ലിയർ എനർജിയിലെ തന്നെ അവരിപ്പോ ചോദിക്കുന്ന കാര്യം മോഡറേറ്റർ, കൂളന്റ്, ഇതൊക്കെ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഞാനിപ്പോ എല്ലാം കൂടി ഒരു ക്ലാസ്സിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ആകെ കിളി പോവും. അതായത് ചെറിയ കിളി, അതായത് നമ്മളിപ്പോ ഒരു ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി ഭയങ്കര ടെൻഷൻ അടിപ്പിക്കേണ്ടെന്ന് ഓർത്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഒരു വ്യാപ്തി കിട്ടിയില്ലേ? ഇപ്പൊ പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയില്ലേ? ഇത്രയും കിട്ടി കഴിഞ്ഞപ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ? ആർക്കെങ്കിലും എന്താണ് ഇതുവരെ കേൾക്കാൻ ആർക്കെങ്കിലും ഒരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് ഇത്രയും പഠിക്കാനുണ്ട്, അപ്പൊ ഞാൻ ഇതുവരെ ഞാൻ ഇതൊന്നും പഠിച്ചിട്ടില്ല, അപ്പൊ ഞാനൊരു മണ്ടനാണെന്നൊക്കെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? ആ, അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നെഗറ്റീവായിട്ട് എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അതൊരു പോസിറ്റീവാണ്, അത് ഒരു ക്ലാപ്പ് കൊടുക്കുക. അതൊരു ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. നെഗറ്റീവ് ആയിട്ടില്ല. ഞാൻ എന്തിനാ നെഗറ്റീവ് എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ ശരിക്കും ഞങ്ങൾക്ക് തോന്നാത്ത നെഗറ്റീവ് ഇനി ഉണ്ടാക്കിപ്പിക്കുകയാണോ എന്ന് അല്ല. ആർക്കെങ്കിലും ഒരു നെഗറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് ഞാൻ ഇത്രയും നാൾ പഠിച്ചതൊന്നും അല്ല, അങ്ങനെ തോന്നുന്നുണ്ടോ? അതായത് നമ്മൾ ഈ ഒരു പ്രോസസ്സിൽ ഇല്ല, അത് നല്ല കാര്യം. അതായത് പക്ഷെ ചിലപ്പോഴെങ്കിലും നമുക്ക് ഈ ഒരു സാധനം വരും. എപ്പോഴാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് ഒരു സെൽഫ് ഡൗട്ട് വരും. ഞാൻ ഇത്ര നാൾ എന്തിനാ പഠിച്ചത്, അങ്ങനെയൊക്കെ തോന്നും. അതായത് കുറച്ച് കഴിയുമ്പോ ചിലർക്കെങ്കിലും അങ്ങനെ തോന്നും. അതായത് ഞാൻ ഇത്ര നാൾ പഠിച്ചിട്ട് എനിക്കിത് ഒന്നും കിട്ടിയില്ല, അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവും. അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലർ വിചാരിക്കുക അയ്യോ എനിക്ക് ബുദ്ധി ഇല്ലാത്തതുകൊണ്ടാണ് എനിക്കിത് കിട്ടാത്തത്, അങ്ങനെയൊക്കെ സ്വയം ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം എക്സാമിനും, അതായത് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയ ഒരു ആൾക്കാരെന്നുള്ള രീതിയിൽ പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊരു കോമ്പറ്റീറ്റീവ് എക്സാം ആണ്. ഇത് ഒരുപാട് പേര് എഴുതുന്ന ഒരു പരീക്ഷയാണ്. ഈ പരീക്ഷ എഴുതുന്ന ആദ്യത്തെ 6% ആളുകൾക്കാണ് നെറ്റ് കിട്ടുന്നത്. എഴുതുന്ന കുട്ടികളിലെ ഏറ്റവും ടോപ്പ് കിട്ടിയ ആദ്യത്തെ 6%. ഓക്കെ, ആദ്യത്തെ 6%. ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നല്ല, അതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കാം. പിന്നെ മൊത്തം എഴുതുന്ന കുട്ടികളിലെ 1% ആളുകൾക്കാണ് JRF കിട്ടുന്നത്. ഓക്കെ, പക്ഷെ നമ്മൾ ഇതിന്റെ ടെക്നിക്കൽ സൈഡ് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര പേടി തോന്നും. അതായത് ഇപ്പം ഇംഗ്ലീഷിന്റെ കേസിൽ ഞാൻ പറയാം,
ഇപ്പൊ ഞാൻ JRF ക്ലിയർ ചെയ്ത സമയത്ത് ഇന്ത്യയിലാകെ 300 പേർക്ക് എങ്ങാനുമാണ് JRF കിട്ടിയത്. പക്ഷെ ഞാൻ ആ എക്സാം എഴുതുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ പോലും അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഞാൻ ആലോചിച്ചിരുന്നത് എനിക്ക് ഒരു JRF വേണം, എനിക്ക് എല്ലാവരുടെയും JRF ഒന്നും വേണ്ട, ആ ഒരു 6% ഒരാള്, 1% ഒരാളാവണം എനിക്ക്, അത്രേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. പക്ഷെ ആ തവണ 1% ആളുകളെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. 0.9 എന്തോ സംതിങ് ആണ് ആ ഒരു എക്സാമിന്റെ സമയത്ത് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ എത്ര വലിയ കോമ്പറ്റീഷനാ. പക്ഷെ നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മള് ബിലോ 40യോ, അതായത് നമ്മൾ എത്ര പേര് എഴുതുന്നോ അത്രയും, അതായത് കൂടുതൽ ആളുകൾ എഴുതുന്ന സമയത്ത് നമുക്ക് കോമ്പറ്റീഷൻ അതുപോലെ തന്നെ ആയിരിക്കും, കാൻഡിഡേറ്റ്സ് കൂടുതലുള്ള എക്സാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് അങ്ങനെ നമ്മൾ എല്ലാവരും പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പഠിക്കുന്ന പോലെയൊക്കെ തന്നെ മറ്റുള്ളവർ പഠിക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോമ്പറ്റീഷൻ എന്താണെന്ന് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ്. കുറേ വലിച്ചു വാരി അവിടുന്ന് ഇവിടുന്ന് ഒക്കെ പഠിച്ചിട്ട് ഞാൻ കുറേ പഠിച്ചു പക്ഷെ എനിക്ക് കിട്ടിയില്ല എന്ന് നമ്മൾ കംപ്ലൈന്റ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എന്താണോ പഠിക്കേണ്ടത്, നമുക്ക് ഇഷ്ടം പോലെ മെറ്റീരിയൽ ഉള്ളതാണ് ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ചിലരൊക്കെ ഉണ്ട്, ആ മെറ്റീരിയൽ കിട്ടിയോ, ആ ബുക്ക് വാങ്ങിച്ചോ, ഈ ബുക്ക് വാങ്ങിച്ചോ, ഒരു 20 ബുക്ക് വാങ്ങിച്ചു വെക്കും. എന്നിട്ട് എന്താണ്, ഈ 20 ബുക്ക് പഠിക്കാനുള്ള സമയം നമുക്കുണ്ടോ? പക്ഷെ നമ്മൾ ഈ ബുക്ക് കണ്ടുപിടിക്കുക, ബുക്ക് ഹണ്ട് ചെയ്ത് നമ്മൾ മറ്റേ എന്താണ് മരത്തിലേക്ക് ഇരിക്കുന്ന ബുക്കിനൊക്കെ വെടിവെച്ച് താഴെയിട്ട് പഠിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ ഒരു ബുക്ക് നോക്കിയാൽ മതി. ഒരു ബുക്ക് നോക്കുക, ബാക്കി നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക. ഈ ബുക്ക് നോക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ഏകദേശം ഇതിനെ പറ്റി ഒരു ഐഡിയ കിട്ടാനാ. പിന്നെ ഒരു നെറ്റിന്റെ ബുക്കിലും നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കി തന്ന് പഠിപ്പിക്കുന്ന ബുക്കുകളില്ല. അപ്പൊ നിങ്ങൾ ആ കോൺസെപ്റ്റ് എന്താണെന്ന്, ഇപ്പൊ ജോഗ്രഫി കുറച്ച് അറിഞ്ഞാലാണ് പീപ്പിൾ ഡെവലപ്മെന്റ് എൻവയൺമെന്റ് മനസ്സിലാവുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലാക്കാന്നില്ല. കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ക്വസ്റ്റ്യനും നമുക്ക് പുഷ്പം പോലെ എഴുതാൻ പറ്റും. അതേസമയം നമുക്ക് ഈ കോൺസെപ്റ്റ് മനസ്സിലായിട്ടില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. എന്തുകൊണ്ടാണ് ഇതിങ്ങനെ വന്നത്? നമ്മളിങ്ങനെ പഠിക്കും, ഓക്കെ, ഇന്ത്യ ഇങ്ങനെ, ഇത് ലോകം, ഇത് ഭൂമി, നമ്മൾ ഈ മറ്റേ എന്താണ് PSCയുടെ റാങ്ക് ഫയൽ ഇല്ലേ, അതുപോലെയാണ് നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നതെങ്കിൽ നമുക്ക് ഇത് കിട്ടാനുള്ള സാധ്യത കുറയും. അതേസമയം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക, എക്സാമ്പിൾ വെച്ച് പഠിക്കുക, പിന്നെ കോഡുകളൊന്നും ഉപയോഗിക്കാതെ പഠിക്കുക. കോഡ് ഉപയോഗിക്കേണ്ട ഏരിയകളിൽ ഞാൻ പറയാം, പക്ഷെ ഒന്നും കാണാതെ പഠിക്കരുത്. കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു ഗുണവും ഇല്ല. അത് മാത്രമല്ല, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കോമൺ സെൻസ് വെച്ച് നമ്മൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഈ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവണം. അപ്പൊ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ ടോപ്പിക്കിനെ പറ്റിയിട്ടും നമുക്ക് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. അപ്പൊ നിങ്ങൾക്ക് എന്താണ്, ഇപ്പൊ PSC ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ SCRT ഒന്നും പഠിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു എൻവയൺമെന്റ് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ SCRT ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നിങ്ങൾക്ക് ഒരു കോച്ചിങ്ങിന് നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു ഗുണം എന്താ? നിങ്ങൾ ഒരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാനുള്ള കാരണം എന്താ? നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ ഇല്ലേ ക്ലാസ്സുകൾ ഫ്രീ ആയിട്ടുള്ളത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്നൊക്കെ പഠിക്കാലോ. പിന്നെ എന്താണ് പഠിക്കേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ സ്വയം നോട്ട് എഴുതി പഠിക്കാം. അത് ഓരോരുത്തരുടെ സ്ട്രാറ്റജിയാണ് കേട്ടോ. അതായത് അത് പക്ഷെ ഒരുപാട് സമയം എടുക്കും. ഇപ്പൊ ഞാനൊക്കെ JRFന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത സമയത്ത് ഞാൻ എന്റെ സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു. പക്ഷെ അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടൊക്കെ പഠിക്കാൻ വേണ്ടി കുറെ സമയം എടുത്തു. അതായത് ഞാൻ ഈ പീപ്പിൾ പഠിക്കാൻ വേണ്ടി ഞാൻ ജോഗ്രഫി പഠിക്കാൻ പോയി. അപ്പൊ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. ഒരു കാര്യം പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ഇറങ്ങി പിന്നെ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് ഇൻഡെപ്തിലൊക്കെ പഠിച്ചു വരുമ്പോഴത്തേക്കും ഇവിടെ 2-3 നെറ്റ് എക്സാം ഒക്കെ തീർന്നിട്ടുണ്ടാവും. അപ്പോഴും ഞാൻ ആള് കയറാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ നിൽക്കായിരിക്കും. അപ്പൊ അതുകൊണ്ട് സമയം എടുത്തത്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾക്ക് നല്ലൊരു മെന്ററിനെ കിട്ടിക്കഴിഞ്ഞാൽ ആ മെന്ററിനെ മാക്സിമം ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ പറയാ, നിങ്ങൾക്ക് എന്നെ എത്രയും നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അത്രയും യൂട്ടിലൈസ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് അത്രയും സമയം കുറഞ്ഞു കിട്ടും. അപ്പൊ നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ കുറച്ച് സെൽഫിഷ് ആയിട്ട് ചിന്തിക്കണം. സെൽഫിഷ് ഇൻ ദ സെൻസ് നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ച് സെൽഫിഷ് ആവണം. അതായത് നമ്മുടെ ടൈം കുറച്ചിട്ട് നമുക്ക് എങ്ങനെ
മാക്സിമം ഡീറ്റെയിൽസ് കിട്ടാൻ പറ്റും എന്നുള്ളത്. അതിനാണ് നമ്മൾ ഒരു മെന്ററിനെ എന്ത് ചെയ്യുന്നത്, മെന്ററിന്റെ സപ്പോർട്ട് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് അവിടെ അത്രയും ആ വായിച്ച് മനസ്സിലാക്കേണ്ട സമയം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് നമ്മൾ ചോദിക്കുമ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ അവിടെ ആ എക്സ്പ്ലനേഷൻ കിട്ടുക. ചിലപ്പോൾ ഈ എക്സ്പ്ലനേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മെന്റർ എന്ത് ചെയ്തിട്ടുണ്ടാവും, കുറേ കാര്യങ്ങൾ റെഫർ ചെയ്തിട്ടുണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് ആ അത്രയും റെഫറൻസ് കുറയും. അതായത് നമ്മൾക്കിപ്പോ ആ ഒരു പെർട്ടിക്കുലർ എക്സാം ക്ലിയർ ഇനി ഇത് ഇഷ്ടപ്പെട്ട് പഠിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇതൊക്കെ എനിക്ക് ഇഷ്ടം കൊണ്ട് പഠിച്ചതാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കതൊരു നഷ്ടമായിട്ട് തോന്നുന്നില്ല. അതായത് എനിക്കിത് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ പഠിക്കണം എന്ന് ഞാൻ പറയില്ല, കാരണം അത് ഒരുപാട് ടൈം കൺസ്യൂമിങ് ആണ്. അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഒരു കാര്യം കിട്ടണമെങ്കിൽ ആ ഒരു സംഭവം ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ ഓരോ ടോപ്പിക്കും നമ്മൾ മനസ്സിലാക്കി പഠിക്കുക, ഓരോ ടോപ്പിക്കും എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ റിയൽ ലൈഫ് എക്സാമ്പിളിൽ വേണം അത് പഠിക്കാൻ. അതല്ലാതെ വെറുതെ ടോപ്പിക്കുകൾ ഇതെന്താ അങ്ങനെ പഠിച്ചതുകൊണ്ട് നമുക്ക് എന്തില്ല, ഗുണമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇനി ഇത് ഹയർ എഡ്യൂക്കേഷനിൽ നിന്നുള്ള ചോദ്യമാണ്. സ്വയം എന്ന് പറയുന്നത്, സ്വയം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. എന്തിനുള്ളതാണ്? അതായത് നമുക്ക് കോഴ്സുകളൊക്കെ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ് സ്വയം എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. ഈ പ്ലാറ്റ്ഫോമിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എനിക്ക് ഈ സ്വയത്തിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അതായത് ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് ഓരോരോ കോഴ്സുകൾ എനിക്ക് കാണാൻ പറ്റും. അപ്പൊ ഓരോ കോഴ്സിനും ഇപ്പൊ എനിക്ക് ഇന്നൊരു കോഴ്സ് ചെയ്യണം, അതായത് ഭയങ്കര MA BA അങ്ങനത്തെ ഒന്നും കോഴ്സുകളില്ല, പക്ഷെ കുഞ്ഞു കുഞ്ഞു കോഴ്സുകൾ ഉണ്ട് അതിനകത്ത്. അപ്പൊ ഈ കോഴ്സ് എനിക്ക് എന്ത് ചെയ്യാം, ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. അതാണ് ഒന്നാമത്തെ കാര്യം, ഫ്രീ ആയിട്ട്. ഫ്രീ ആയിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റും? ഓൺലൈൻ ആയിട്ട് പഠിക്കാൻ പറ്റും. ഓക്കെ, ഓൺലൈൻ ആയിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റും. ഇനി ക്ലാസ്സുകൾ എങ്ങനെയായിരിക്കും? വീഡിയോ ലെക്ചേഴ്സ് ആയിട്ടായിരിക്കും എനിക്ക് കിട്ടുക. അതായത് ഇപ്പൊ ഞാൻ സ്വയത്തിന്റെ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തു. അപ്പൊ ഓൺലൈൻ ആയിട്ട് ഫ്രീ ആയിട്ട് എനിക്ക് എന്ത് കിട്ടും? ഈ ഞാൻ എടുത്തിരിക്കുന്ന കോഴ്സിന്റെ വീഡിയോ ലെക്ചേഴ്സ് എനിക്ക് അവൈലബിൾ ആയിരിക്കും. ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാവില്ല, റെക്കോർഡഡ് ആയിരിക്കും. ഓക്കെ, ഈ റെക്കോർഡഡ് ക്ലാസ്സുകളൊക്കെ കേട്ടിട്ട് പിന്നെ നമുക്കൊരു ലൈവ് ഡിസ്കഷൻ ഫോറം ഉണ്ടാവും കേട്ടോ, അത് വേറെ കാര്യം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരീക്ഷ ഉണ്ടാവും. ഓക്കെ, ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ആ കോഴ്സ് കംപ്ലീറ്റ് ആയി. ഇനി ഇവിടെ ഒരു ട്വിസ്റ്റ് ഉള്ളത്, പരീക്ഷ എഴുതി കഴിഞ്ഞ് നമുക്ക് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മളൊരു ചെറിയ പൈസ കൊടുക്കണം. അപ്പൊ നമ്മൾ എപ്പോഴും പറയാ സ്വയത്തിന്റെ കോഴ്സ് ഫ്രീ ആണെന്ന്. ഫ്രീ ആണ്, അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഒരു തവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. സ്വയത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ ഫ്രീ ആണ്, പക്ഷേ എക്സാം എഴുതി സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മളൊരു നാമമാത്രമായ, അതായത് വലിയൊരു എമൗണ്ട് ഒന്നും ഇല്ല, ചെറിയൊരു എമൗണ്ട് ഫീസ് നമ്മൾ കൊടുത്താലാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ സ്വയത്തിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ നമ്മളൊരു ചെറിയ എമൗണ്ട് കൊടുക്കണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ അതാണ് സ്വയമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോ സ്വയം ലോഞ്ച് ചെയ്തത് 2017 എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ഓക്കെ, അപ്പൊ സ്വയത്തിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സ്വയം എന്നുള്ളത് ഒരു ചുരുക്ക രൂപമാണ്. അതിന്റെ ഫുൾ ഫോം എന്താണ്? സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ്. അപ്പൊ ഇതിന്റെ ഫുൾ ഫോം ഒക്കെ മുന്നേ എപ്പോഴൊക്കെയോ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. സ്റ്റഡി വെബ്സ് ഓഫ് ആക്റ്റീവ് ലേണിംഗ് ഫോർ യങ് ആസ്പയറിംഗ് മൈൻഡ്സ് എന്നാണ് സ്വയത്തിന്റെ ഫുൾ ഫോം. ഇന്ത്യയിലെ ഒരു മൂക്ക് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ എന്താണ് ഈ മൂക്ക് പ്ലാറ്റ്ഫോം? മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതെന്താണ്? ഓൺലൈൻ ആയിട്ട് ഫ്രീ ആയിട്ട് കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് മൂക്ക് എന്ന് പറയുന്നത്. അപ്പൊ മൂക്കും സ്വയം തമ്മിൽ എന്താ വ്യത്യാസം? മൂക്ക് എന്ന് പറയുന്നത് ഒരു ഗ്ലോബൽ പ്ലാറ്റ്ഫോം ആണ്. അതായത് ലോകത്തിലാകമാനം എന്താണ്, മാസീവായിട്ട് ഓപ്പൺ ആയിട്ട്, ഓപ്പൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഓപ്പൺ ആണത്, ഓൺലൈൻ ആയിട്ടുള്ള കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണ് മൂക്ക് എന്ന് പറയുന്നത്. അതായത് ലോകത്തിലാകമാനം. ആ മൂക്കിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ ആണ് എന്ത്, സ്വയം എന്ന് പറയുന്നത്. അപ്പൊ സ്വയം എന്ന് പറയുന്നത് എവിടെ മാത്രം ഉള്ളതാണ്? ഇന്ത്യയിൽ മാത്രം ഉള്ളതാണ്. മൂക്ക് എന്ന് പറയുന്നത് ലോകത്തിലാകമാനം ഉള്ളതാണ്. അപ്പൊ മൂക്കിന്റെ ഒരു ഇന്ത്യൻ വേർഷൻ ആണ് എന്ത്, സ്വയം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ അത്? ഓക്കെ, ഇറ്റ് ഈസ് ഡിസൈൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ടു ഓൾ സ്റ്റുഡൻസ്. ആ പോയിന്റ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കുട്ടികൾക്കും ഏത് ക്ലാസ് മുതൽ ഏത് ക്ലാസ് വരെയുള്ള കോഴ്സുകൾക്കാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 9ാം ക്ലാസ് മുതൽ
പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള കോഴ്സുകൾ ഇതിനകത്ത് അവൈലബിൾ ആണ്. ഏതിനകത്ത്? സ്വയത്തിനകത്ത്. സ്വയത്തിലാണ്, മൂക്കിലല്ല കേട്ടത്. 9ാം ക്ലാസ് മുതൽ PG വരെയുള്ള പല കോഴ്സുകളും ഈ പറയുന്ന സ്വയത്തിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. ഇനി ലേണിംഗ് ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ. ഹൗവർ ഇഫ് യു വാണ്ട് എ ഫോർമൽ സർട്ടിഫിക്കറ്റ് യു മസ്റ്റ് പേ എ നോമിനൽ ഫീ. നോമിനൽ എന്ന് വെച്ചാൽ നാമമാത്രമായ ഒരു പൈസ നമ്മൾ എന്ത് ചെയ്യണം? കൊടുക്കണം. അതായത് ഒരു 1000 രൂപയുടെ അടുത്ത് നമ്മൾ ഫീ പേ ചെയ്താലാണ് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. പക്ഷെ ക്ലാസ്സസ് എന്താണ്? കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ ആ പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സ്വയവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് മറ്റു കാര്യങ്ങളൊക്കെ. അപ്പൊ അതുകൊണ്ട് ഇതും കൂടെ ചേർത്ത് മനസ്സിലാക്കുക. 2017 ലോഞ്ച് ചെയ്തതെന്നായിരുന്നു ചോദ്യം, പക്ഷെ മറ്റു കാര്യങ്ങളും കൂടെ നോക്കണം. ഇനി സ്വയം പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു, അത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അഡീഷൻ ആണ്. സ്വയം പ്ലസ് എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ഒരു വേർഷൻ വന്നിട്ടുണ്ട്. ന്യൂവർ എക്സ്റ്റൻഷൻ ലോഞ്ച്ഡ് ടു ഇൻക്ലൂഡ് ഇൻഡസ്ട്രി റെലവെന്റ് കോഴ്സസ്. അതായത് ഇൻഡസ്ട്രി റെലവെന്റ് ആയിട്ടുള്ള കോഴ്സുകൾ, അതായത് നമ്മളിപ്പം എന്താണ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്വയം പ്ലസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഒരു വേർഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഗൂഗിളും മൈക്രോസോഫ്റ്റ് പോലുള്ള ബ്രാൻഡുകളിലേക്കുള്ള എംപ്ലോയബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകളാണ് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ അതായത് ടെക്നിക്കൽ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള വേർഷൻ ആണ് എന്ത്? സ്വയം പ്ലസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അടുത്ത തവണ അതായിരിക്കും ചോദിക്കുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. അത് ഹയർ എഡ്യൂക്കേഷനിൽ നിന്നുള്ള ചോദ്യമായിരുന്നേ. ഹയർ എഡ്യൂക്കേഷൻ. ഇനി ഹയർ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത്? ഹയർ എഡ്യൂക്കേഷൻ പറഞ്ഞു തുടങ്ങിയപ്പോ ഹയർ എഡ്യൂക്കേഷൻ ആദ്യത്തെ ചോദ്യമായിരുന്നില്ലേ ഇത്? സ്വയം. യെസ്. ഹയർ എഡ്യൂക്കേഷനിൽ എന്തൊക്കെ ചോദ്യങ്ങളാണ് പഠിക്കേണ്ടത്? എന്തൊക്കെ ഏരിയകളാണ് പഠിക്കേണ്ടത് ഹയർ എഡ്യൂക്കേഷനിൽ? നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത്? NEP 2020 എന്താണെങ്കിലും അറിയണം. NEP 2020 എന്ന് പറയുന്നത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, ഏറ്റവും പുതിയ വിദ്യാഭ്യാസ നയം. അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയണം. പിന്നെ ചോദിക്കുന്ന ഏരിയ എന്താണ്? കുറെ കമ്മീഷനുകൾ ഉണ്ട്. രാധാകൃഷ്ണ കമ്മീഷൻ, ഹണ്ടർ കമ്മീഷൻ, പിന്നെ വുഡ്സ് ഡിസ്പാച്ച്, ഇങ്ങനെയുള്ള കുറെ വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഉണ്ട്. സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉണ്ടായിരുന്നതും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളതുമായിട്ടുള്ള വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ കമ്മീഷനുകൾ, അത് പഠിക്കണം. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ അവർ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റികൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പൊ അത് ചോദിക്കുന്നില്ല. പണ്ട് ഇതിന്റെ കൂടെ ഇന്ത്യൻ പോളിറ്റിയും കൂടെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇന്ത്യൻ പോളിറ്റി എന്നുള്ള ചോദ്യങ്ങളില്ല. പിന്നെ ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റികൾ. എന്താണ് ഏൻഷ്യന്റ് യൂണിവേഴ്സിറ്റികൾ? അതായത് നളന്ദ, വിക്രംശില, ഇങ്ങനെയുള്ള പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന കുറെ യൂണിവേഴ്സിറ്റികൾ ഉണ്ട്. ആ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിച്ചിരുന്ന കോഴ്സുകൾ, ഇപ്പൊ അവിടെ ചിലയിടത്ത് ബുദ്ധിസം ആയിരിക്കും, ചിലയിടത്ത് വേദങ്ങളായിരിക്കും. അപ്പൊ ഓരോ യൂണിവേഴ്സിറ്റികളിലും എന്താണ് പഠിപ്പിച്ചിരുന്നത്, അവിടെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള എന്താണ് വിദ്വാൻമാരുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം ചില യൂണിവേഴ്സിറ്റികൾ, ഇപ്പം ഡൽഹി യൂണിവേഴ്സിറ്റി, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, പിന്നെ ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും ഈ ഒരു ഏരിയയിൽ നിന്ന് സ്ഥിരമായിട്ട് കാണുന്നതാണ്. പിന്നെ ഈ പറയുന്ന പോലെ കുറച്ച് ബോഡികൾ, ഗവൺമെന്റ് ബോഡികൾ, അതായത് UGC, പിന്നെ നാക്ക്, ഇങ്ങനെയുള്ള ബോഡികൾ, അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ഇതാണ് ഹയർ എഡ്യൂക്കേഷനിൽ നിന്ന് പഠിക്കേണ്ടത്. പിന്നെ ഇതൊരു ഹിസ്റ്ററി പോലെ, കഥ പോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എളുപ്പമാണ്. കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് കുറേ നമ്മൾ കാണാതെ പഠിക്കേണ്ടി വരും. അപ്പൊ കണക്ട് ചെയ്ത് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. ഒരു കഥ പോലെ, ഹിസ്റ്ററി പോലെ, ഇങ്ങനെ ബ്രിട്ടീഷുകാർ വന്നതും പിന്നെ കോളനൈസ് ചെയ്തതും, അവർ ഇംഗ്ലീഷ് കൊണ്ടുവന്നതും, അവർ ക്രിസ്ത്യാനിറ്റി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിപ്പിച്ചതും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, മിഷണറീസ് വന്നത്, പല പല സ്ഥലങ്ങളിൽ പല പല കോളേജുകൾ, സ്കൂളുകൾ സ്ഥാപിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഹിസ്റ്ററിയുമായി ചേർത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വളരെ എളുപ്പമായിരിക്കും. അപ്പൊ അതാണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് ഓർക്കേണ്ടത്. പിന്നെ ഒരാൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് പണ്ടുണ്ടായിരുന്നു. ഹയർ എഡ്യൂക്കേഷൻ പ്ലസ് ഇന്ത്യൻ പോളിറ്റി രണ്ടും കൂടെ ചേർന്നിട്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് ചോദിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഏരിയ നമ്മൾ പഠിക്കേണ്ടതില്ല. ഓക്കെ.
ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഹെസി എന്ന് പറയുന്ന ഒരു ബോഡിയെ പറ്റിയിട്ടാണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് UGCക്ക് പകരമായിട്ട് വരാൻ പോകുന്ന ഒരു ബോഡിയാണ് ഹെസി എന്ന് പറയുന്നത്. UGCക്ക് പകരമായിട്ട്, അതായത് കാലക്രമേണ UGC എന്ന് പറയുന്ന ബോഡി കാലഹരണപ്പെട്ടു പോവുകയും അതിന് പകരമായിട്ട് ഹെസി, ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പുതിയ ബോഡി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ആ ബോഡിയും അതിന്റെ വിവിധ ഫങ്ഷൻസുമാണ്, ആ ബോഡിയുടെ വിവിധ പാർട്ടും അതിന്റെ ഫങ്ഷൻസുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഹെസി വളരെ ഇമ്പോർട്ടന്റ് ആണ്. UGCയെ റീപ്ലേസ് ചെയ്യാൻ പോകുന്ന ബോഡിയാണ് ഹെസി എന്ന് പറയുന്നത്. ഹെസിക്ക് 4 വെർട്ടിക്കൽസ് ഉണ്ട്. 4 വെർട്ടിക്കൽസ് എന്ന് പറയുമ്പോൾ ഹെസിയുടെ 4 വിഭാഗങ്ങളാണ്. ആ 4 വിഭാഗവും അതിന്റെ ഫങ്ഷൻസുമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഒന്നാമത്തത് NHERC ആണ്, നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ റെഗുലേറ്ററി കൗൺസിൽ ആണ്. അപ്പൊ റെഗുലേറ്ററി കൗൺസിൽ എന്ന് പറയുമ്പോൾ അവിടെ അതിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും? റെഗുലേഷൻ. അപ്പൊ തന്നെ മനസ്സിലായല്ലോ ഏതായിരിക്കും. എവിടേക്ക് മാച്ച് ചെയ്യാം? 2ലേക്ക് മാച്ച് ചെയ്യാം. പെട്ടെന്ന് ആൻസർ കിട്ടിയില്ലേ? ഇനി നാക് എന്ന് പറയുന്നത് നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ. അപ്പൊ എവിടേക്ക് മാച്ച് ചെയ്യാം? 1ലേക്ക് മാച്ച് ചെയ്യാം. അപ്പൊ അതിന്റെ ഫുൾ ഫോം അറിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് പോകാൻ പറ്റും. ഇനി HEGC എന്ന് പറയുന്ന ഹയർ എഡ്യൂക്കേഷൻ ഗ്രാന്റ്സ് കൗൺസിൽ. അപ്പൊ ഗ്രാന്റ് കൊടുക്കുക, അതായത് വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് ഗ്രാന്റ് കൊടുക്കുക. ഗ്രാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫണ്ട് കൊടുക്കുക. അപ്പൊ ഏതായിരിക്കും? 4. ഇനി GEC എന്ന് പറയുന്നത് ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ. അത് ഏതായിരിക്കും? 3. ഫോർമുലേറ്റിംഗ് നാഷണൽ ഹയർ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക്. അപ്പൊ അത് വളരെ എളുപ്പമുള്ള ഒരു ചോദ്യമായിരുന്നില്ലേ? ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒന്നുമില്ല പഠിക്കാൻ, അല്ലേ? അപ്പൊ നമ്മള് ഇതിനകത്ത് എന്താണ് ചോദിക്കാൻ പോവുക, എങ്ങനെയാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതൊന്നുമില്ല, അല്ലേ? അപ്പൊ അങ്ങനെ തോന്നുന്നില്ലേ? അപ്പൊ കുറച്ചൊരു ആശ്വാസം തോന്നുന്നുണ്ടോ? അതായത് എന്താണ് പഠിക്കേണ്ടത് എന്ന് മനസ്സിലാക്കലാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം. അത് കുറച്ച് സമയം എടുത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. പിന്നെ നമ്മൾ ആ പഠിക്കേണ്ട കാര്യം കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആണോ? ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. അപ്പോ പോസിറ്റീവായിട്ട് ഇരിക്കുക. നമ്മൾ 6%, 1% ഒക്കെ കണക്ക് ഞാൻ പറഞ്ഞത് ഒരു കണക്ക് മാത്രമായിട്ട് പറഞ്ഞതാണ്. അപ്പൊ അത് എന്ത് ചെയ്യരുത്, അയ്യോ അത്രേ അങ്ങനെ കിട്ടുമോ എന്ന് വിചാരിക്കണ്ട. അത് കിട്ടും. അതിന്റെ സത്യം പറഞ്ഞാണ്, ഇതാണ് സംഭവം. അതായത് നമ്മൾ വെറുതെ പോയി കഴിഞ്ഞ് നമ്മൾ വെറുതെ പോയിട്ട് എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു പരീക്ഷ ഇല്ല എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ആ കാര്യം പറഞ്ഞത്. അതായത് ഇതിന്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കി കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ JRF തന്നെ കിട്ടാൻ പറ്റുന്ന ഒരു അതായത് JRF തന്നെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയൊക്കെ തന്നെ ഉള്ളൂ. അത്ര വലിയ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയൊന്നല്ല. നമുക്ക് കൃത്യമായ പ്ലാനിങ്ങും പരീക്ഷയെ പറ്റി നല്ലൊരു ധാരണയുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ, അതായത് നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് ഭയങ്കര ഈസിയാണ്. ഞാൻ അങ്ങനെ പറയുള്ളൂ. കാരണം നെഗറ്റീവ് മാർക്ക് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടി എളുപ്പമാണ് കാര്യങ്ങൾ. കാരണം നമുക്ക് തെറ്റിപ്പോകും എന്നുള്ള പേടി വേണ്ട. അതായത് കറക്റ്റ് ആയിട്ടുള്ള ആൻസറിൽ നിന്ന് നമുക്ക് എന്നാലും നെഗറ്റീവ് വന്ന മാർക്ക് കുറയില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓക്കെ, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ, ഒരു ക്ലാസ്സിനുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ടാവും. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, എനിക്ക് തോന്നുന്ന സമയം അല്ലെ 1 hour കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ കൂടുതൽ സമയം നിങ്ങളുടെ എടുക്കുന്നില്ല. ഒന്നാമത് രാത്രിയാണ്, പിന്നെ ഉറക്കം വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിർത്താം അല്ലെ? ഓക്കെ, അപ്പൊ യെസ്, സോറി കാരണമല്ലാത്ത ഫസ്റ്റ് തന്നെ PYQ സ്റ്റാർട്ട് ചെയ്യുന്നതാണോ? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി ടോപ്പിക്കിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ കിട്ടിയിട്ടില്ലേ ക്ലാസ്സില്? PYQ നിങ്ങൾക്ക് ക്ലാസ് ഇട്ടത് നിങ്ങൾ തുടക്കം ഇത് എങ്ങനെയാണ് പഠിക്കേണ്ടത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ഇനി നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുന്ന സമയത്ത് ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഏരിയയിൽ നിന്ന് ഇങ്ങനെയാണല്ലോ ചോദ്യം വരിക എന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഈ ടോപ്പിക്കിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ക്ലാസ്സുകൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് തരും. ഓരോ ടോപ്പിക്കിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുകൾ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻസ് ഉണ്ടാവും വേറെയും.
PYQ ജസ്റ്റ് ഒരു സാമ്പിൾ ഡോസ് ആണ്. അതായത് എങ്ങനെയാണ് ഓരോ ഏരിയയിൽ നിന്ന് ചോദ്യങ്ങൾ വരിക എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് PYQ ആദ്യം ഡിസ്കസ് ചെയ്തത്. അതായത് നമ്മൾ ഈ പഠിക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ ആണിത്. ഇതൊരു സാമ്പിൾ വെടിക്കെട്ടാണ്. ശരിക്കും ഉള്ളത് നമ്മൾ എന്താണ് ക്ലാസിന്റെ രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ക്വസ്റ്റ്യൻസിലേക്ക് തന്നെ തിരിച്ചു വരും. ഓക്കെ, അപ്പോ ഇതിനെ പറ്റിയിട്ടൊക്കെ ഒരു ധാരണ എന്തായാലും നിങ്ങൾക്ക് ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാം കിട്ടും. അതോർത്ത് വറീഡ് ആവണ്ട. ഇത് ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയാണ് ഓരോ ഏരിയയിൽ നിന്നും ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് അനലൈസ് ചെയ്യുന്നത്. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കിട്ടും ഓരോ ടോപ്പിക്കും. പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് ഡൗട്ട് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചോദിക്കാം. മടിയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ ഓക്കെ, സോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. Good night.